ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങിയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ നമ്മുടെ ചാപ്റ്റർ 4 നമ്മുടെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ആലേ നോക്കിയത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ചാപ്റ്റർ 5 അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് എ ഗ്രേഡ് വാങ്ങണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ചാപ്റ്റർ പഠിക്കാം. ഇന്ന് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പഠിച്ചു പോവാം. എന്നാലല്ലേ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ നോക്കുന്നത് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ബോയ് എന്താണ് കഴിക്കുന്നത്? എന്താ കഴിക്കുന്നത്? മിക്ചറാലേ. അപ്പോൾ എല്ലാവർക്കും മിക്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? എല്ലാവരും കഴിക്കാറുണ്ടോ? അപ്പോൾ ഈ മിക്ചറിൽ എന്തൊക്കെ കാണും? എന്തൊക്കെയാണ് കാണുന്നത്? അതേലേ, കടല, പിന്നെയോ അട്ടാണി ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിരിക്കും അല്ലേ? അപ്പോൾ അതായത് അതിലെന്താണ്, നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാവത്തില്ലേ? അതുപോലെയോ അതിൽ കറി ലീവ്സ് കാണും അല്ലേ? പിന്നെ എന്തൊക്കെ ഉണ്ടാവും അതിൽ? പിന്നെ എന്തൊക്കെയായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക? ഉപ്പുണ്ടാവും അല്ലേ? പിന്നെയോ പിന്നെ എന്തൊക്കെയായിരിക്കും? ഈ മിക്സർ ഉണ്ടാക്കാൻ എന്തായിരിക്കും ഉപയോഗിച്ചിരിക്കുക? ഒരു മാവ് ഉപയോഗിക്കത്തില്ലേ? അതായത് ഫ്ലോർ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇവിടെ എഴുതാൻ പറഞ്ഞേക്കുക. ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, ഗ്രൗണ്ട് നട്ട്, ഫ്രൈഡ് ഗ്രാം, പിന്നെയോ വേറെ എന്തൊക്കെ കാണാൻ പറ്റും? ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? ചില്ലി പൗഡർ, പിന്നെയോ കറി ലീവ്സ്, പിന്നെ എന്തൊക്കെയുണ്ട്? ഫ്ലോറ്, പിന്നെ സാൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടിയതാണ് എന്ത്? മിക്സ്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ്, ഇതെന്താ സംഭവം? കോൺക്രീറ്റ്. എല്ലാവരും കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ, വീട് പണിയാനായിട്ട് ചേട്ടന്മാരൊക്കെ ഈ കോൺക്രീറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് വീടൊക്കെ പണിയുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോൺക്രീറ്റ്? അതായത് അതിൽ ഇവരെന്തൊക്കെ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ സിമെൻറ്റ് ഉപയോഗിക്കും, പിന്നെ സാൻഡ്, മണൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ വെള്ളം, മെറ്റൽ, അതൊക്കെ കൂടി മിക്സ് ചെയ്താണ് ഈ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ്? സിമെൻറ്റ്, പിന്നെയോ സിമെൻറ്റ് മാത്രമാണോ? അല്ല, സാൻഡ്, പിന്നെ വാട്ടർ, മെറ്റൽസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് എന്തുണ്ടാക്കുന്ന? കോൺക്രീറ്റ്. ഇപ്പോൾ അതുപോലെ തന്നെ മിക്സർ ആണെങ്കിലോ പല ഇൻഗ്രീഡിയൻസ് നമ്മൾ കണ്ടുല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാവേ. വാവ്, സാലഡ്, മാംഗോ പിക്കിൾ. സാലഡ് എല്ലാവർക്കും ഇഷ്ടമാണോ? നിങ്ങളുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുമോ സാലഡ്, പിക്കിളൊക്കെ? നമ്മുടെ സർലാസും അതുപോലെ തന്നെ മാങ്ങാച്ചാറൊക്കെ എന്ത് ടേസ്റ്റാല്ലേ? അപ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് അറിയുമോ നോക്കട്ടെ, ഈ സാലഡിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഓണിയൻ, പിന്നെ എന്തുണ്ട്? ടൊമാറ്റോ, വെരി ഗുഡ്. ചില്ലി, പിന്നെയോ മുളക്, ചില്ലി, പിന്നെ കുക്കുംബർ, ക്യാരറ്റ്. യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ മാംഗോ പിക്കിളിലോ? മാംഗോ ഉണ്ട്, പിന്നെയോ കറി ലീവ്സ്, പിന്നെ എന്തൊക്കെയാണ്? ചില്ലി പൗഡർ. അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് ആലേ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ നമ്മുടെ സാലഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഓണിയൻ, ടൊമാറ്റോ, സാൾട്ട്, പിന്നെയോ ലെമൺ, കുക്കുംബർ, ക്യാരറ്റ്. ഓക്കെ, അപ്പോൾ
ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതായത് ഇന്നങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങളല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതാണ്. അപ്പോൾ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ്, അതായത് കോൺക്രീറ്റ് ഇന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി, അല്ലെങ്കിൽ സാലഡ് കുറേ സാധനങ്ങൾ കൂടി ഉണ്ടാക്കി, അല്ലെങ്കിൽ മാംഗോ പിക്കിളാണെങ്കിൽ കുറേ സാധനങ്ങൾ കൂടി ഉണ്ടാക്കി, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്തിനായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞേ? അല്ലെങ്കിൽ ഇതെന്താ, എന്തിലേക്ക് ഇത് എത്തുന്നേ? അതായത് ഇപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ സാലഡ് കുറേ സാധനങ്ങൾ മിക്സ് ചെയ്താണ് എന്തുണ്ടാക്കിയേക്കുന്നത്, സാലഡ്. അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്താണ് എന്തുണ്ടാക്കിയേക്കുന്നത്, മാംഗോ പിക്കിൾ. അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്താണ് എന്തുണ്ടാക്കിയേക്കുന്നത്, നമ്മുടെ കോൺക്രീറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്താണ് മിക്സ്ചേഴ്സ്? എന്തായിരിക്കും? യെസ്, അതായത് ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ എന്താണ്, ഒന്നിൽ കൂടുതൽ സാധനങ്ങളുടെ എന്താണ്, ഒരു കൂട്ടം. മനസ്സിലായോ? അതിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിക്സ്ചർ. അപ്പം എല്ലാവരും പറഞ്ഞേ, എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസിൻ്റെ എന്താണ്, ഒരു കൂട്ടായ്മ, ഒരു കൂട്ടം, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനാണ് എന്ത്, മിക്സ്ചർ. ഓക്കെ ആണോ? അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്, സാലഡ്, മാംഗോ പിക്കിൾ, കോൺക്രീറ്റ്, അങ്ങനെ. അപ്പോൾ എല്ലാവരും പഠിച്ചോ? അപ്പോൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് എന്താണ് മിക്സ്ചർ. എന്താണ്? എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസിൻ്റെ കോമ്പിനേഷനാണ് എന്ത്, മിക്സ്ചർ. എല്ലാവരും പഠിച്ചോ? അപ്പോൾ ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾ അതിനോടൊപ്പം തന്നെ പഠിക്കുക. കോൺക്രീറ്റ്, അല്ലെങ്കിൽ സാലഡ്, മാംഗോ പിക്കിൾ, അങ്ങനെ ഇഷ്ടമുള്ള ഒരു എക്സാമ്പിളും കൂടി പഠിക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ച് മിക്സ്ചേഴ്സ് ഉണ്ടാക്കാം. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കുന്ന ഒരു ഡയഗ്രമാണ് തന്നേക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് മിക്സ്ചേഴ്സ് ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നും കൂടി ജസ്റ്റ് കണ്ടുപിടിക്കാം. നമ്മുടെ പേജ് നമ്പർ 80-ൽ ഇവിടെ നോക്കിക്കേ, മിക്സ്ചർ പ്രിപ്പയർഡ് കമ്പോണൻസ്. അതായത് നമ്മൾ കുറച്ച് മിക്സ്ചേഴ്സ് ഉണ്ടാക്കണം, അതിലെന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്തതെന്ന് നമ്മൾ ഇവിടെ എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് വൺ, ലൈം ജ്യൂസ്. ലൈം ജ്യൂസ് എന്ന് പറയുന്ന ആ മിക്സ്ചർ എന്തൊക്കെ കൂടിയതായിരിക്കും? യെസ്, ലൈം ഉണ്ടാവും, അതുപോലെയോ വാട്ടർ ഉണ്ടാവും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ലൈം ജ്യൂസ്. പിന്നെ വേറെ എക്സാമ്പിൾസും കൂടി ഇവിടെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് വൺ ലൈം ജ്യൂസ്, വാട്ടറും ലൈമും. പിന്നെ നെക്സ്റ്റ് ഒരെണ്ണം സാൾട്ട് വാട്ടർ, അവിടെയോ വാട്ടർ, സാൾട്ട്. ഇനി അടുത്ത് നമുക്ക് ഷുഗർ വാട്ടർ, അതിലെന്താണ്, പഞ്ചസാര വെള്ളം, വാട്ടർ ആൻഡ് ഷുഗർ. ഇനി ചോക്ക് പൗഡർ മിക്സ്ചർ, അതിലെന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിലെ കമ്പോണൻസ് എന്തൊക്കെയാണ്, വാട്ടർ, ചോക്ക് പൗഡർ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഇത്ര പഠിപ്പിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്, അതായത് നമ്മുടെ ചാപ്റ്റർ 5 അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസിൽ നമ്മൾ ആകെ പഠിച്ച ഒറ്റ കാര്യമാണ് എന്താണ് മിക്സ്ചർ. എന്താണെന്ന് എല്ലാവരും ഒന്നും കൂടി പറഞ്ഞ്, എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. നമ്മൾ കുറേ എക്സാമ്പിൾസ് കണ്ടില്ലേ, അതിലൊക്കെ ഒരു സബ്സ്റ്റൻസ് ആണോ ഉള്ളൂ, കുറേ സബ്സ്റ്റൻസ് ആഡ് ചെയ്താണ് എന്തുണ്ടാക്കിയത്, ആ ഫൈനൽ പ്രൊഡക്റ്റ്, ഫൈനൽ ആ മിക്സ്ചർ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. അതായത് ലൈം ജ്യൂസ്, ഓക്കെ, അതൊരു മിക്സ്ചറിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ സാൾട്ട് വാട്ടർ, അല്ലെങ്കിൽ ഷുഗർ വാട്ടർ, അല്ലെങ്കിൽ ചോക്ക് പൗഡർ മിക്സ്ചർ. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കണതിന് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക, എന്താണ് മിക്സ്ചർ, അതുപോലെ തന്നെ എക്സാമ്പിൾസ് ഓഫ് മിക്സ്ചേഴ്സ്. ഇനി ഇതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഓക്കെ, അതായത്
മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ് വെച്ചുകൊണ്ടുള്ള മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ്, അതുപോലെ തന്നെ സോളിഡ്സും ലിക്വിഡും വെച്ചുകൊണ്ടുള്ള മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ്. അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇത്രയാണ് പഠിപ്പിക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? മിക്സ്ചർ എന്താണെന്ന് പഠിക്കുക. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 80 നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. അതായത് ഈ പറയുന്ന ടേബിൾ കംപ്ലീറ്റ് ആക്കുക. പിന്നെ നമ്മുടെ പേജ് നമ്പർ 78, 79 നമ്മുടെ ഓരോ ഇപ്പോൾ കോൺക്രീറ്റ്, സാലഡ്, അതുപോലെ തന്നെ മാംഗോ പിക്കിൾ, അതിൻ്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത് എഴുതാനുണ്ട്. അതും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. പിന്നെ നിങ്ങളുടെ നോട്ട് ബുക്കിലാണെങ്കിൽ നിങ്ങൾ എന്താണ് മിക്സ്ചറിൻ്റെ ഡെഫിനേഷൻ എഴുതുക. അതുപോലെ തന്നെ ഈ ഒരു ടേബിളും കൂടി എല്ലാവരും വരച്ചിടുമോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇന്നലെ ഇഷ്ടം പോലെ മിക്സ്ചറിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ലൈം ജ്യൂസ്, അതുപോലെ തന്നെ സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ ചോക്ക് പൗഡറിൻ്റെ സൊല്യൂഷൻ, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ല എളുപ്പമായിട്ട്, സിമ്പിളാണ്. എല്ലാവരും നോക്കിക്കേ. അതായത് നമ്മളോട് പരീക്ഷയ്ക്ക് എക്സാമ്പിൾ ചോദിക്കും. എന്തിനുള്ള? മിക്സ്ചേഴ്സ് വിത്ത് സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. നമ്മൾ മിക്സ്ചർ, ഇപ്പോൾ സാൾട്ട് സൊല്യൂഷൻ്റെ മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കി? സാൾട്ടും വാട്ടറും. അതുപോലെ തന്നെ ഷുഗർ സൊല്യൂഷൻ്റെ മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കി? ഷുഗറും വാട്ടറും അല്ലേ? അപ്പോൾ എന്താണ് അവിടെ? ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് അല്ലേ? വാട്ടർ എന്താണ്? ലിക്വിഡ്. അപ്പോൾ നമ്മുടെ സോളിഡായ സാൾട്ട് അല്ലെങ്കിൽ ഷുഗർ എന്ത് ചെയ്യുന്നു? ആ ലിക്വിഡായ വാട്ടർ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആവുന്നു അല്ലേ? അലിഞ്ഞു ചേരുവാണ്. അപ്പോൾ നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? സാൾട്ട് വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ. പിന്നെ ലെമൺ ജ്യൂസും പറയാം. നമ്മുടെ ഷുഗറും അല്ലെങ്കിൽ സാൾട്ട് എന്താണ്? വാട്ടറിൽ അലിഞ്ഞു പോവുമല്ലേ നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കും. അതായത് മിക്സ്ചേഴ്സ് വിത്ത് സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്, അതായത് ലിക്വിഡിൽ സോളിഡ് അലിഞ്ഞു പോകുന്ന മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ച് ഇപ്പം തന്നെ നമുക്ക് പഠിച്ചു പോകണം. ഏതൊക്കെയാണ്? ഒരു 2 എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഏതൊക്കെയാണ്? എല്ലാവരും നല്ല ഗുഡ് ബോയ്സ് ഗുഡ് ഗേൾസ് ആയിട്ടൊന്ന് പറഞ്ഞേ. യെസ്, സാൾട്ട് വാട്ടർ, ഷുഗർ സൊല്യൂഷൻ, ലെമൺ ജ്യൂസ്. ഓക്കെ ആണോ? റെഡി ആയോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. ഇനി മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്, അതായത് 2 സോളിഡ്സിൻ്റെ മിക്സ്ചർ. നമ്മുടെ റവ മിക്സ്ഡ് വിത്ത് സാൾട്ട്. ഇവിടെ സാൾട്ടും സോളിഡാണ്, അതുപോലെ തന്നെ റവയും സോളിഡാണ്. അപ്പോൾ റവയും സോളിഡാണ്, സാൾട്ടും സോളിഡാണ്. അപ്പോൾ റവ മിക്സ്ഡ് വിത്ത് സാൾട്ട് എന്തിന് എക്സാമ്പിളാണ്? മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്. ഇനി വേറൊരെണ്ണം സാൻഡ് മിക്സ്ഡ് വിത്ത് ഷുഗർ. ഓക്കെ, അല്ലെങ്കിൽ റൈസ് മിക്സ്ഡ് വിത്ത് ദാൽ. ഓക്കെ ആണോ? അപ്പോൾ ഇതെന്തിൻ്റെ എക്സാമ്പിൾസാണ്? മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്. അപ്പോൾ എന്ത് പറയാം? റവ മിക്സ്ഡ് വിത്ത് സാൾട്ട്, അല്ലെങ്കിൽ ഈ സാൻഡിന് പകരം റവ മിക്സ്ഡ് വിത്ത് ഷുഗർ, അല്ലെങ്കിൽ റൈസ് മിക്സ്ഡ് വിത്ത് ദാൽ. നിങ്ങൾക്ക് മറ്റേ ദാൽ കറിയൊക്കെ ഇഷ്ടമാണോ? പരിപ്പ് കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ? നിങ്ങളുടെ വീട്ടിൽ അമ്മമാർ വെച്ച് തരാറുണ്ടോ? ഓക്കെ, അപ്പോൾ മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ് എല്ലാവരും പഠിച്ചോ? ഏതൊക്കെയാണ്? 2 സോളിഡ് ഐറ്റത്തിൻ്റെ കോമ്പിനേഷൻ. ഏതൊക്കെയാണ്? യെസ്, വെരി ഗുഡ്. റവ മിക്സ്ഡ് വിത്ത് സാൾട്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ റവ മിക്സ്ഡ് വിത്ത് ഷുഗർ, അല്ലെങ്കിൽ റൈസ് മിക്സ്ഡ് വിത്ത് എന്താണ്? ദാൽ. പഠിച്ചോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ഇവിടെ നോക്കിക്കേ, മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ 1 സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. അതായത് അവിടെ എന്തുണ്ട്? ലിക്വിഡും ഉണ്ട്, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സോളിഡ് എന്ത് ചെയ്യുന്നു? ആ ലിക്വിഡിൽ ഡിസോൾവ് ആയി പോകുന്ന മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്
പ്ലസ് സാൾട്ട് ഇൻ വാട്ടർ. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇല്ലേ, അതൊരു സോളിഡാണ്. അതും സാൾട്ടും വാട്ടറും അതെന്താണ്? ഇതും സോളിഡാണ്, ഇതും സോളിഡാണ്. വാട്ടർ എന്താണ്? ലിക്വിഡാണ്. അപ്പോൾ നിങ്ങളൊക്കെ വലിയ വലിയ ക്ലാസ്സുകളിൽ ഒരു പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ ഇതുപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സോഡിയം, അതുപോലെ തന്നെ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലാബിലൊക്കെ ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണോ ലാബിൽ പോയി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം. 2 എക്സാമ്പിൾസ് എന്തായാലും പഠിച്ചു വെക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. പിന്നെ വേറൊരു എക്സാമ്പിൾ ഷുഗർ, സാൾട്ടും ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, അതും ഒരു മിക്സ്ചറിൻ്റെ എക്സാമ്പിളാണ്. വേറൊന്നോ ഗ്ലൂക്കോസ് പ്ലസ് സാൾട്ട് ഇൻ വാട്ടർ. ഓക്കെ, ഗ്ലൂക്കോസും സാൾട്ടും എന്താണ്? സോളിഡ് അല്ലേ. വാട്ടർ എന്താണ്? ലിക്വിഡ്. ഓക്കെ, നിങ്ങൾ മറ്റേ ഈ സ്പോർട്സിൻ്റെ ഡേ അന്നൊക്കെ നിങ്ങൾ ഗ്ലൂക്കോസ് കലക്കി കുടിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിക്കാറുണ്ടോ എല്ലാവരും? ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ 3 എക്സാമ്പിൾസ് എല്ലാവരും പഠിച്ചോ? ഉറപ്പല്ലേ? 2 എണ്ണം വെച്ച് എന്തായാലും പഠിക്കണം കേട്ടോ, ഇപ്പം തന്നെ പഠിക്കണം. ഓക്കെ, ഇനി 4ാമത്തെ മിക്സ്ചർ നോക്കാം. മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ വിസിബിൾ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു മിക്സ്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കമ്പോണൻസ് അതിലേക്ക് ഇട്ടോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റണം. ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ ചോക്ക് പൗഡർ ഇൻ വാട്ടർ. അതായത് നമ്മൾ കുറച്ച് ചോക്ക് പൗഡറും വാട്ടറും കൂടി എടുത്താലുണ്ടല്ലോ, ഈ ചോക്ക് പൗഡർ ഒരിക്കലും അതിൽ ഡിസോൾവ് ആയി കിടക്കത്തില്ല. അത് അടിയിലിങ്ങനെ സെറ്റിലായിട്ട് കിടക്കും, അടിയിലിങ്ങനെ കിടക്കണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, സാൻഡ് ഇൻ വാട്ടർ. നിങ്ങൾ മണ്ണ് വെള്ളത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിക്കേ, കുറച്ച് നേരം കഴിയുമ്പോൾ എന്താണ്? സാൻഡ് ഇവിടെ കിടക്കും, വെള്ളം മേലെ കിടക്കൂലേ. അതെല്ലാവരും ചെയ്ത് കാണുമല്ലോ. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾ മണ്ണിലൊക്കെ കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇനി വേറൊന്നാണ് ഓയിൽ ആൻഡ് വാട്ടർ. അവിടെ എന്താണ്? ഈ വെള്ളത്തിലേക്ക് ഓയിൽ ഒഴിക്കുമ്പോൾ ഓയിൽ എന്താ? മേലെ ഇങ്ങനെ കിടക്കൂലേ. ഓക്കെ, ഓയിൽ ഇങ്ങനെ മേലെ ഇങ്ങനെ കിടക്കും. മനസ്സിലായോ? പിന്നെ റൈസ് ആൻഡ് പൾസസ്. റൈസും പൾസസും മിക്സ് ചെയ്യുമ്പോൾ എന്താ? അവിടെയും നമുക്ക് ആ കമ്പോണൻസായ റൈസും പൾസസും കാണാൻ പറ്റത്തില്ലേ. അപ്പോൾ നിങ്ങൾ 2 എക്സാമ്പിൾ പഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ചോക്ക് പൗഡർ ഇൻ വാട്ടർ, സാൻഡ് ഇൻ വാട്ടർ, ഓയിൽ ആൻഡ് വാട്ടർ, റൈസ് ആൻഡ് പൾസസ്. ഇഷ്ടമുള്ള എളുപ്പമുള്ള 2 എണ്ണമല്ലേ? ചോക്ക് വാട്ടർ ഇൻ വാട്ടർ, ചോക്ക് പൗഡർ ഇൻ വാട്ടർ, സാൻഡ് ഇൻ വാട്ടർ, ഓയിൽ ആൻഡ് വാട്ടർ. അപ്പോൾ എല്ലാവരും പഠിച്ചോ? അപ്പോൾ 4 മിക്സ്ചേഴ്സ് ഇപ്പം നമ്മൾ പറഞ്ഞു. 4 എണ്ണത്തിൻ്റെയും എക്സാമ്പിൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. 1 മിനിറ്റ് ടൈം തരൂ കേട്ടോ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. എല്ലാവരും ഓർക്കണേ, എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ. എല്ലാവരും ഓർത്തോ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആണ് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ. അതായത് നമ്മളിപ്പോൾ 2 കമ്പോണൻസ് ഇട്ടു, നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ്? ആ 2 കമ്പോണൻസും കാണാൻ പറ്റുന്നില്ല. അതിന് എക്സാമ്പിൾ എന്താ? ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന എക്സാമ്പിൾ തന്നെ, സാൾട്ട് സൊല്യൂഷൻ. നമുക്ക് വാട്ടറും സാൾട്ടും ആണ്. നമ്മളത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വാട്ടർ കിട്ടുന്നുണ്ടോ? അവിടെ ഒരു ഉപ്പുവെള്ളമല്ലേ കിട്ടുന്ന. ആദ്യം നമ്മളെന്താണ്? വാട്ടർ ഒഴിച്ചു, നമുക്ക് കിട്ടിയത് എന്താ? ഉപ്പുവെള്ളം. പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പൊഴിച്ചു, ഉപ്പിട്ടു, നമുക്ക് ആ ഉപ്പ് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, വിനെഗർ ഇൻ വാട്ടർ, ലെമൺ ജ്യൂസ്, ഇതൊക്കെ എന്താണ്? മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. 2 എണ്ണം വെച്ചുകൊണ്ട് എന്തായാലും പഠിച്ചിരിക്കണേ. ആ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും പഠിച്ചാൽ എന്തായാലും എ ഗ്രേഡ് കിട്ടും. ഈ പ്രാവശ്യം എല്ലാവരും എ ഗ്രേഡ് വാങ്ങണം. ഓക്കെ, നമുക്കൊരു എന്താണ്? ഒരു വാശിയാവണം, എ ഗ്രേഡ് വാങ്ങണം എന്നുള്ളൊരു വാശിയായ നമുക്ക് എന്തായാലും പറ്റും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇനി ഇവിടെ
ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ 5 കാര്യങ്ങളില്ലേ, 5 കാര്യങ്ങൾ ടേബിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താ പഠിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നോട്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എ ഗ്രേഡൊക്കെ കിട്ടുവാണെങ്കിൽ, അതുപോലെ തന്നെ നല്ല മാർക്ക് കിട്ടുവാണെങ്കിലും എല്ലാം നിങ്ങൾ കമൻ്റ് ഇടുമോ? ഇപ്പോൾ കമൻ്റ് ഒന്നും ആരും ഇടുന്നില്ലല്ലോ, അതെന്നെ പറ്റി? അപ്പോൾ ഇതാട്ടോ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 81 ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കി ഫില്ല് ചെയ്യണം കേട്ടോ. ഇത്രയാണ് ആ 5 മിക്സ്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഒരെണ്ണം കൂടി എഴുതിയാൽ മതി. അപ്പോൾ നമ്മളൊരു 2 എണ്ണം എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഈ പേജ് നമ്പർ 81 തന്നെ തുടക്കത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും പറയണം കേട്ടോ. Do all the ingredients in the mixtures you prepared belong to the same state of matter? ഇവിടെ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണ്? അതായത് നമ്മൾ യൂസ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും സോളിഡ് ആണോ, അല്ലെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ലിക്വിഡ് ആണോ, അല്ലെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ നമ്മൾ സോളിഡും ലിക്വിഡും അല്ലേ കണ്ടേ, ആണോ? അല്ല അല്ലേ, നമ്മൾ ഉണ്ടാക്കിയ മിക്സ്റ്റേഴ്സിൽ സോളിഡും ഉണ്ട് ലിക്വിഡും ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ സോളിഡും വെച്ചുകൊണ്ട് ഉണ്ടാക്കി അല്ലേ? അപ്പോൾ എന്താണ്? നോ, സം മിക്സ്റ്റേഴ്സ് ഹാവ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ടുഗെദർ. എക്സാമ്പിൾ എന്താണ്? സാൾട്ട് വാട്ടർ, അവിടെ സോളിഡും ഉണ്ട് ലിക്വിഡും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്താ എക്സാമിന് വരിക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആർ ദ മിക്സ്റ്റേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്? എല്ലാവരും പറഞ്ഞേ, നിങ്ങൾ പഠിച്ച 2 എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. എ സാൾട്ട് വാട്ടർ, ഷുഗർ സൊല്യൂഷൻ, ലെമൺ ജ്യൂസ്. വെരി ഗുഡ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പറയണം കേട്ടോ. ആർ ദർ എനി മിക്സ്റ്റേഴ്സ് ഓഫ് 2 സോളിഡ്സ്? 2 സോളിഡ്സ് ഉള്ള മിക്സ്റ്റേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ? യെസ്. ഏതൊക്കെയാണ്? റവ പ്ലസ് സാൾട്ട്, റൈസ് പ്ലസ് ദാൽ, സാൻഡ് പ്ലസ് ഷുഗർ. വെരി ഗുഡ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദ മിക്സ്റ്റേഴ്സ് വിത്ത് മോർ ദാൻ 1 സോളിഡ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്? ഏതാണ്? യെസ്, സാൾട്ട് പ്ലസ് ഷുഗർ ഇൻ വാട്ടർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് സാൾട്ട് ഇൻ വാട്ടർ, ഗ്ലൂക്കോസ് പ്ലസ് സാൾട്ട് ഇൻ വാട്ടർ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എളുപ്പമായില്ലേ? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആർ ദ മിക്സ്റ്റേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ വിസിബിൾ? നമ്മൾ പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ്? ചോക്ക് പൗഡർ ഇൻ വാട്ടർ, സാൻഡ് ഇൻ വാട്ടർ, ഓയിൽ പ്ലസ് വാട്ടർ, റൈസ് ആൻഡ് പൾസസ്. വെരി ഗുഡ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ മിക്സ്റ്റേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ? ഏതൊക്കെയാണ്? സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, വിനെഗർ ഇൻ വാട്ടർ, ലെമൺ ജ്യൂസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ് ഒരു സൊല്യൂഷൻ? സൊല്യൂഷൻ അതായത് ഇപ്പോൾ നമ്മൾ സാൾട്ട് സൊല്യൂഷൻ, എന്തായിരിക്കും സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം എന്നാ? അതായത് ഇപ്പോൾ നമ്മൾ ഈ സാൾട്ട് സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതായത് സാൾട്ടും അതുപോലെ തന്നെ എന്താണ് വാട്ടറും കൂടി മിക്സ് ചെയ്താണ് എന്തുണ്ടാക്കുന്നത്? സാൾട്ട് സൊല്യൂഷൻ. അവിടെ സാൾട്ട് ഇല്ലേ, അതിന് പറയുന്ന ആ സാൾട്ടിന് പറയുന്ന പേരാണ് എന്ത്? സൊല്യൂട്ട്. മനസ്സിലായോ? സാൾട്ടിന് പറയുന്ന പേരാണ് എന്ത്? സൊല്യൂട്ട്. ഓക്കെ ആണോ? ഇനി നമ്മുടെ വാട്ടർ ഇല്ലേ, അതിന് പറയുന്ന പേരാണ് എന്ത്? സോൾവെൻറ്റ്. ഓക്കെ. അപ്പോൾ ഒരു സൊല്യൂഷൻ, അതായത് എ സൊല്യൂഷൻ ഈസ് മെയ്ഡ് വെൻ വൺ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ വെൻ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ സോൾവെൻറ്റ്. അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ. എല്ലാവരും ഒന്നും കൂടി പറഞ്ഞ്, എപ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്? എ സൊല്യൂഷൻ ഈസ് മെയ്ഡ് വെൻ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ സോൾവെൻറ്റ്. സോൾവെൻറ്റിൽ സൊല്യൂട്ട് അലിഞ്ഞു ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സൊല്യൂഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ എല്ലാവരും പഠിച്ച്, സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ സോൾവെൻറ്റും സൊല്യൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
ഓക്കെ ആണോ? അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഒരു സാൾട്ട് സൊല്യൂഷനിൽ ഏതാണ് സോൾവെൻറ്റ് ഏതാണ് സൊല്യൂട്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണോ? ഇനി പല ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് പല ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് വൺ, സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ. അതായത് ആ സൊല്യൂഷനിൽ സോളിഡായിട്ടുള്ള ഒരെണ്ണം കാണും, ലിക്വിഡായിട്ടുള്ള ഒരെണ്ണം കാണും. ഇപ്പം എക്സാമ്പിൾ സാൾട്ട് വാട്ടർ, അതിൽ സാൾട്ടുമുണ്ട്, അതുപോലെ എന്താ വാട്ടറും ഉണ്ട്. സാൾട്ട് എന്താണ്? സോളിഡ്. വാട്ടർ എന്താണ്? ലിക്വിഡ്. അപ്പോൾ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ എന്താണ്? സാൾട്ട് വാട്ടർ, അല്ലെങ്കിലോ ഷുഗർ സൊല്യൂഷൻ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ആ ഹൈഫണ്ട് അവിടെ എന്ത് ചേർക്കുക? ഡിസോൾവ്ഡ് എന്ന് പറയാം, അതായത് അതിൽ അലിഞ്ഞു ചേരുന്നു. ഓക്കെ, ഇനി ലിക്വിഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ലിക്വിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ എന്താ? വിനെഗർ. ഓക്കെ, വിനെഗർ ആണ്. ഇഷ്ടമുള്ള എക്സാമ്പിൾസ് പഠിക്കാവേ. വിനെഗർ ആണ് എന്ത്? നമ്മുടെ ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ ആണോ? അപ്പോൾ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ പഠിച്ചു, ലിക്വിഡ് സൊല്യൂഷൻ പഠിച്ചു. അടുത്തതോ ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ. അപ്പോൾ എന്ത് പറയാ? ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. എക്സാമ്പിൾ സോഡ വാട്ടർ. ഓക്കെ, സോഡ എന്താണ്? ഗ്യാസ്, ലിക്വിഡോ? വാട്ടർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്യാസ് സൊല്യൂഷൻ. അപ്പോൾ എന്ത് പറയാ? ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ഗ്യാസ്. അത്രയും പറഞ്ഞാൽ മതി. എക്സാമ്പിൾ എയർ. ഓക്കെ, പല ഗ്യാസസ് കൂടിയാലോ എയർ ഉണ്ടാവുന്ന. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഏതാണെന്ന് ഓർത്തിരിക്കുക, എക്സാമ്പിൾസ് പഠിക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഇപ്പോൾ ആ ട്രിക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഹൈഫണ്ട് അവിടെ എന്ത് ചേർത്താൽ മതി? ഡിസോൾവ്ഡ് എന്ന് ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് പഠിച്ചോ. എത്ര ടൈപ്സ് ഉണ്ട്? 4. എല്ലാവരും ഒന്ന് ഓർത്തു നോക്കിക്കേ. സോളിഡ് ലിക്വിഡ്, ഗ്യാസ് ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ടേബിളായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ 2 എക്സാമ്പിൾസ് വെച്ച് പഠിക്കാം. ഇപ്പോൾ സോളിഡ് ലിക്വിഡ് സൊല്യൂഷന് ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ പഠിക്കാം. ലിക്വിഡ് സൊല്യൂഷന് ആൽക്കഹോൾ പ്ലസ് വാട്ടർ, വൈൻ, കപ്പ് സിറപ്പ്, പിന്നെ വിനെഗർ. ഓക്കെ, ഇനി ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷന് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, നമ്മുടെ അക്വേറിയം. ഓക്കെ, പിന്നെ ഗ്യാസ് സൊല്യൂഷന് നമ്മുടെ LPG, നാച്ചുറൽ ഗ്യാസ് മിക്സ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു 2 എണ്ണം പഠിച്ചാൽ മതി കേട്ടോ. വേറെയും ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരെണ്ണം കാണിച്ചു തരാവേ. ഉണ്ടോ? നല്ല രസമായിട്ട് ഇവിടെ ഞാൻ ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് നോക്കിക്കേ. 2 എക്സാമ്പിൾ പഠിച്ചു വെക്കണതിന് പ്രശ്നമുണ്ടോ? ഇപ്പം തന്നെ ഒന്ന് പഠിച്ച 2 എക്സാമ്പിൾസും എല്ലാവരും പഠിക്കണേ. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ ഇതുപോലെ തന്നെ നിങ്ങൾ ടേബിൾ എഴുതി വെക്കുക. ഓക്കെ, 2 എക്സാമ്പിൾ ആയിട്ടുള്ളൊരു ടേബിൾ നിങ്ങൾ എഴുതി വെക്കുക. എന്തായാലും പഠിക്കണം. ഓക്കെ ആണോ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 മിക്സ്ചർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് മിക്സ്ചർ, അതായത് വാട്ടർ വിത്ത് ഷുഗർ ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. അതായത് എന്താണ്? നമ്മുടെ പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു മിക്സ്ചറാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ സാൾട്ട് സൊല്യൂഷൻ. മനസ്സിലായോ? അതായത് നമ്മുടെ സാൾട്ട് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന സൊല്യൂഷൻ. മൂന്നാമത്തത് വാട്ടർ വിത്ത് ചോക്ക് പൗഡറും വാട്ടറും കൂടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. വാട്ടർ വിത്ത് ഷുഗർ ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് അതൊരു സൊല്യൂഷനാണ്. സാൾട്ട് സൊല്യൂഷൻ ഒരു സൊല്യൂഷനാണ്. വാട്ടർ വിത്ത് ചോക്ക് പൗഡർ അതൊരു സൊല്യൂഷൻ അല്ല. അതെന്താണെന്നോ, അതായത് നമ്മുടെ ഷുഗർ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എടുക്കുക. നമുക്കതിനെ വേർതിരിക്കാൻ പറ്റുമോ? നിങ്ങളൊരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഷുഗറും വാട്ടറും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല.
അല്ലേ? അതെന്താണ്? ഹോമോജീനിയസ് ആണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതൊരു ക്ലിയർ സൊല്യൂഷൻ ആണ്. അപ്പോൾ എന്താണ് അത്തരം പറയുന്നതാണ് എന്ത്? സൊല്യൂഷൻ. ഓക്കെ, ഇനി സാൾട്ട് സൊല്യൂഷൻ ആണേലോ അത് ക്ലിയർ ആണ്. അവിടെ എന്താണ് ഷുഗർ മാറിയോ അല്ലെങ്കിൽ സാൾട്ട് മാറിയോ ഒന്നും കിടക്കുന്നില്ല, നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള മിക്സ്ചറുകളെയാണ് എന്താ പറയുന്നത്? സൊല്യൂഷൻ. ഓക്കെ, പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ സ്കൂളിൽ എത്തുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് എന്താണ് ചോക്ക് പൗഡർ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ചോക്ക് പൗഡർ ഇടുക, നന്നായിട്ട് ഇളക്കുക. അപ്പോൾ എന്നിട്ടൊരു 1 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ നോക്കുമ്പോൾ എന്താ, ആ ചോക്ക് പൗഡർ അതിൽ ഡിസോൾവ് ആയിട്ടുണ്ടായിരിക്കത്തില്ല. നമ്മുടെ ചോക്ക് പൗഡർ ബോട്ടത്തിൽ, അതായത് അടിയിൽ എന്താണ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ മണ്ണ്, നിങ്ങൾ വീട്ടിൽ മണ്ണ് ഉണ്ടാകത്തില്ലേ, മണ്ണ് നിങ്ങളൊരു ഗ്ലാസ് വെള്ളം ഇട്ട് ഇളക്കിക്കോ, എന്ത് സംഭവിക്കും? 1 മിനിറ്റ് കഴിയുമ്പോൾ മണ്ണ് അടിയിൽ ഇങ്ങനെ എന്താണ് ലെയറായിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്താണ് വാട്ടറും ആ മണ്ണും വേർതിരിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വാട്ടറും ചോക്ക് പൗഡറും വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള മിക്സ്ചറാണ് എന്താ? ഹെട്രോജീനസ്. വേർതിരിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതെന്താണ്? നോട്ട് എ സൊല്യൂഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹോമോജീനിയസ് മിക്സ്ചർ എന്താണ്? സൊല്യൂഷൻ ആണ്. ഹെട്രോജീനിയസ് മിക്സ്ചർ ഏതാണ്? നോൺ സൊല്യൂഷൻ ആണ്, നോട്ട് എ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എക്സാമ്പിൾ പഠിക്കുക. ഹോമോജീനിയസ് മിക്സ്ചറിനും ഹെട്രോജീനിയസ് മിക്സ്ചറിനും എക്സാമ്പിൾ പഠിക്കാം. ഓക്കെ, സൊല്യൂഷനും എക്സാമ്പിൾ പഠിക്കുക, നോട്ട് എ സൊല്യൂഷനും എക്സാമ്പിൾ പഠിക്കുക. എല്ലാവരും ഒന്ന് 1 മിനിറ്റ് ടൈം എടുത്ത് എല്ലാവരും ഒന്ന് പഠിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാവേ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. എക്സാമിൻ ദ മിക്സ്ചേഴ്സ് യു ഹാവ് പ്രിപ്പയർഡ് ആൻഡ് ഡിസ്കസ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ആർ ദീസ് മിക്സ്ചേഴ്സ് എലൈക്ക്? എല്ലാ മിക്സ്ചേഴ്സും ഒരുപോലത്തെ മിക്സ്ചേഴ്സ് ആണോ? നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച 3 മിക്സ്ചേഴ്സ് നമുക്ക് നോക്കാം. What are the similarities between sugar solution and salt solution? ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും തമ്മിലുള്ള എന്താണ് സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ ആൻഡ് സാൾട്ട് സൊല്യൂഷൻ? അവർ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, എല്ലാ മിക്സ്ചേഴ്സും ഒരുപോലത്തെ ആണോ? അല്ല അല്ലേ? ഹെട്രോജീനസ് മിക്സ്ചേഴ്സും ഉണ്ട്, ഹോമോജീനസ് മിക്സ്ചേഴ്സും ഉണ്ട്. പിന്നെ ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി, സാമ്യം എന്താ? രണ്ടും ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഇനി അവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് സാൾട്ട് സൊല്യൂഷനോ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷനും അതുപോലെ തന്നെ ചോക്ക് പൗഡർ മിക്സ്ഡ് വിത്ത് വാട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാൾട്ട് സൊല്യൂഷൻ ഹോമോജീനിയസ് സൊല്യൂഷൻ ആണ്. വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ എന്താണ്? ഹെട്രോജീനിയസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ ആയിരിക്കും ചോദ്യം തരിക. ഒരു മിക്സ്ചർ തരും, എന്നിട്ട് എന്താണ് ഡിഫറൻസ് ചോദിക്കും. അങ്ങനെയായിരിക്കും കേട്ടോ ചോദ്യം ചോദിക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ആൻസർ ആയിട്ട് ആർ ഓൾ മിക്സ്ചേഴ്സ് ദ സെയിം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല, സം മിക്സ് ഈവൻലി, സം ഡോണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, സം മിക്സ്ചേഴ്സ് ആർ ഹെട്രോജീനിയസ്, സം മിക്സ്ചേഴ്സ് ആർ ഹോമോജീനിയസ്. ഓക്കെ, ഇനി സിമിലാരിറ്റീസ് എന്താ? ഷുഗർ സൊല്യൂഷൻ ആൻഡ് സാൾട്ട് സൊല്യൂഷൻ ബോത്ത് ഡിസോൾവ് കംപ്ലീറ്റ്ലി. അതായത് എന്താണ്? ദേ ആർ ഹോമോജീനിയസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ മതി. ഇനി അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ചോക്ക് പൗഡർ ഡസ് നോട്ട് ഡിസോൾവ്, സെറ്റിൽസ് ഡൗൺ. അവരെന്താണ്? അലിഞ്ഞു ചേരില്ല, അടിയിൽ എന്താ? അവിടെ കിടക്കും. ഓക്കെ, അതിന് നമ്മൾ എന്താ പറയുന്നത്? ഹെട്രോജീനിയസ്. ഓക്കെ ആണോ? അപ്പം എല്ലാവരും പഠിച്ചോ? ഇത്രയും ഉറപ്പാണോ? നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? ഇവിടെ നോക്കിക്കേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്താണ് 2 മിക്സ്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ടേസ്റ്റ് നമ്മളോട് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് മിക്സ്ചർ ഇവിടെ വാട്ടർ വിത്ത് ഡിസോൾവ്ഡ് ഷുഗർ വെൽ സ്റ്റിർഡ്.
സ്റ്റിർഡ് എന്ന് വെച്ചാൽ എന്താ, നന്നായിട്ട് ഇളക്കിയത്. അതായത് നമ്മുടെ ഷുഗറൊക്കെ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മിക്സ്ചറാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ മേലെ നിന്നൊരു സ്പൂൺ ടേസ്റ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും? നല്ല മധുരമായിരിക്കും ഇല്ലേ? മിഡിൽ നിന്ന് എടുത്താലോ അവിടെയും നല്ല മധുരമായിരിക്കും. ബോട്ടത്തിൽ നിന്ന് എടുത്താലോ, ഏറ്റവും അടിയിൽ നിന്ന് ഒരു സ്പൂൺ എടുത്താലോ അവിടെയും മധുരമായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ. വാട്ടർ വിത്ത് അൺസ്റ്റിർഡ് ഷുഗർ, അതായത് നമ്മൾ വെള്ളം എടുത്തു, ഷുഗർ ഇട്ടു, നമ്മൾ എന്താണ് ഇളക്കിയില്ല. നമ്മൾ ടേസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിക്കേ. മേലെ എന്തായിരിക്കും? ലെസ് സ്വീറ്റ്, മധുരം കാണുമോ? ഇല്ല അല്ലേ? ഇനി നടുക്കോ? ഒരു അത്യാവശ്യം മീഡിയം സ്വീറ്റ്. എന്നാൽ ബോട്ടത്തിലോ? അവിടെയല്ലേ നമ്മുടെ പഞ്ചസാരയൊക്കെ കിടക്കുന്നേ, അവിടെ എന്തായിരിക്കും? വളരെ സ്വീറ്റ് ആയിരിക്കും അല്ലേ? നിങ്ങളൊക്കെ ഈ നാരങ്ങകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇളക്കാണ്ട് കുടിക്കുമ്പോൾ അടിയിൽ വരുന്തോറും എന്താണ്? മധുരം കൂടി കൂടിയല്ലേ വരുന്നേ? അതാ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി ഞാൻ ഈ ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കട്ടോ. അതായത് ഹോമോജീനിയസ് മിക്സ്ചർ ലുക്സ് ദ സെയിം എവരിവെയർ. അതായത് എന്താ, ഇപ്പോൾ നമ്മുടെ ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ സാൾട്ട് സൊല്യൂഷൻ, നമ്മുടെ ആ ഷുഗർ എന്താണ്, ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ സ്ഥലത്തും എന്താ ഒരേപോലെ അല്ലേ? ലുക്സ് ദ സെയിം എവരിവെയർ. എന്നാൽ ഹെട്രോജീനിയസ് മിക്സ്ചറോ ലുക്സ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് അല്ലേ? അതായത് എന്താണ്, അടിഭാഗത്ത് കുറേ പഞ്ചസാര ഉണ്ടാവൂലേ? ഇവിടെ ഇങ്ങനെ കുറേ പഞ്ചസാര കിടക്കുന്നുണ്ടാവും. ഓക്കെ, മേലെ ചിലപ്പോൾ 1 or 2 കിടക്കുന്നുണ്ടാവും. മനസ്സിലായോ? ഇനി മിക്സിങ് ആണേലോ ഈവൻലി മിക്സ്ഡ്. അതായത് എന്താണ്, എല്ലാം നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഹെട്രോജീനിയസിലോ നോട്ട് ഈവൻലി മിക്സ്ഡ്, ഇങ്ങനെ കിടക്കും. ഇനി എക്സാമ്പിളോ ഷുഗർ ഡിസോൾഡ് ഇൻ വാട്ടർ, സാലഡ് വിത്ത് ടൊമാറ്റോ, കുക്കുംബർ, ഒണിയൻ. അത് പറഞ്ഞാലും മതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ടേബിൾ എഴുതി തന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ഹോമോജീനിയസ് മിക്സ്ചർ എന്താണെന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഇനി വേറൊരു കാര്യം കൂടി, ക്യാൻ വി സീ പാർട്സ്? നമുക്ക് ഇപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചറിൽ പാർട്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? വാട്ടർ അല്ലെങ്കിൽ ഷുഗർ മാറ്റി മാറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? നോ, ലുക്സ് ലൈക്ക് വൺ തിങ്. ഇവിടെയോ യെസ്, വി ക്യാൻ സീ ഡിഫറെൻറ്റ് പാർട്സ്. ഇനി സെപ്പറേഷൻ, ഹാർഡർ ടു സെപ്പറേറ്റ്, നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? ഷുഗറും അതുപോലെ തന്നെ വെള്ളവും? ഇല്ല. ഈസിയർ ടു സെപ്പറേറ്റ്, വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? വേർതിരിച്ചെടുക്കാം. ഇനി അപ്പോൾ ഹോമോ എന്ന് പറയുമ്പോൾ എന്തോർക്കാം? സെയിം, എല്ലായിടത്തും ഒരുപോലെ. ഹെട്രോ എന്ന് ഓർക്കുമ്പോൾ എന്തോർക്കാം? ഡിഫറെൻറ്റ്, ഡിഫറെൻറ്റ് പാർട്സ്. ഹെട്രോ, ER, ഡിഫറെൻറ്റ് എന്ന് ഓർക്കാം. ഓക്കെ ആണോ? ഇനി ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ എക്സാമ്പിൾസ് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാമിന് എക്സാമ്പിൾസ് ഒക്കെ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോമോജീനിയസിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹെട്രോജീനിയസിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹോമോജീനിയസിനാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് നോക്കിക്കേ. സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, എയർ, ലെമൺ ജ്യൂസ്, മിൽക്ക്. ഇനി ഹെട്രോജീനിയസ് ആണേലോ ചോക്ക് പ്ലസ് വാട്ടർ, ഓയിൽ പ്ലസ് വാട്ടർ, സോയിൽ ഓർ സാൻഡ് പ്ലസ് വാട്ടർ, കോൺക്രീറ്റ് മിക്സ്, കമ്പോസ്റ്റ്. വളവില്ലേ? അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള എന്താണ് 2 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇവിടെ നോക്കിക്കേ, അതായത് നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം എന്താണ്? ഓരോരോ മിക്സ്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ വളരെ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് എന്ത്? എയർ. അപ്പോൾ നിങ്ങളത് ഏത് ടൈപ്പിലാണ് പഠിച്ചേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. എയർ, ഗ്യാസ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ
ഇവിടെ ഈ എയർ എന്ന് പറയുമ്പോൾ എന്താണ്, എന്തിൻ്റെയൊക്കെ മിക്സ്ചേഴ്സാണ്, അതായത് പല ഗ്യാസസിൻ്റെ മിക്സ്ചേഴ്സായാലേ നമ്മുടെ എയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, നമ്മുടെ ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്, എയർ. സെക്കൻഡ് എക്സാമ്പിൾ ഹെൽത്തി ഫുഡ്, അതായത് നമ്മുടെ സാലഡൊക്കെ ഇല്ലേ, അപ്പോൾ ഈ സാലഡ് പോലെയുള്ള ഫുഡ് ഐറ്റംസ് അതെന്താണ്, പല ഇൻഗ്രീഡിയൻസിൻ്റെയും എന്താണ്, മിക്സ്ചറാണ് എന്ത്, ഹെൽത്തി ഫുഡ്. അപ്പോൾ എയർ, ഹെൽത്തി ഫുഡ് എല്ലാം എന്താണ്, ഒരു മിക്സ്ചറാണ്. ഓക്കെ ആണോ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ എയർ ഒരു മിക്സ്ചറാണ്, പല കമ്പോണൻസ് ചേരുന്ന ഒരു മിക്സ്ചറാണ് എയർ. അപ്പോൾ അത് ഏതൊക്കെ കമ്പോണൻസ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ ആൻഡ് അതർ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, അതേഴ്സ്. എല്ലാവരും പഠിച്ചോ? ഒന്നുകൂടി എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, അതേഴ്സ്. അതായത് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താ വേണ്ടേ, ഓക്സിജൻ അല്ലേ. പിന്നെ എന്താണ്, വേറെ ഈ എയറിൽ മറ്റ് മിക്സ്ചേഴ്സാണ് ആരൊക്കെ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, അതേഴ്സ്. ഇതൊക്കെ നമുക്ക് വേണം. ഓക്കെ, എല്ലാം എന്താണ്, കുറേശ്ശെ വേണം. എന്നാൽ ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസസ്, അതായത് എയറിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എയർ, 2 എന്താണ്, ഹെൽത്തി ഫുഡ് ഐറ്റംസ്. ഈ 2 കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയട്ടെ. അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ദ മാജിക് ഓഫ് ഡിസോൾവിങ്. അതായത് എന്താണോ, അതായത് നമ്മൾ പറഞ്ഞു, നമ്മളൊരു വാട്ടർ എടുത്തു, അതിലേക്ക് ഷുഗർ ഇട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്തു, അതായത് നന്നായിട്ട് നമ്മൾ ഇളക്കി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്താണ്, ആ ഷുഗർ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞായിരുന്നു ഹോമോജീനിയസ് സൊല്യൂഷൻ. അപ്പോൾ അവിടെ പിന്നെ നമുക്ക് ആ ഷുഗർ കാണാൻ പറ്റുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ഷുഗർ എന്താ അവിടെ ചെയ്തിരിക്കുന്നത്, ഒളിച്ചിരിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ആ ഷുഗറിനെ എന്താണ്, ഇളക്കി അവസാനം അതെന്താ, വളരെ ടൈനി സബ്സ്റ്റൻസ് ആവും. നമുക്ക് കാണാൻ കഴിയാത്ത വിധം ചെറിയ സാധനമാവും. ഓക്കെ, അതെന്ത് ചെയ്യും, ഇവിടെ ഒളിച്ചിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാൻ പറ്റാത്ത. ശരിക്കും ഷുഗർ അവിടെ ഉണ്ട്. മനസ്സിലായോ? അതാണ് ഇവിടെ ദ മാജിക് ഓഫ് ഡിസോൾവിങ്. ഇവിടെ നോക്കിക്കേ, വെൻ യു സ്റ്റിർ ഷുഗർ ഇൻ വാട്ടർ ഇറ്റ് സീംസ് ടു ഡിസപ്പിയർ, ഇറ്റ് ഡസ് നോട്ട് റിയലി വാനിഷ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇറ്റ് ജസ്റ്റ് ബ്രേക്സ് ഇൻ ടു ടൈനി പീസസ് ദാറ്റ് ദേ ആർ ടു സ്മോൾ ടു സീ. കാണാൻ കഴിയാത്ത വിധം എന്താണ്, ചെറിയ പീസസ് ആയിട്ട് മാറുക. ഓക്കെ, ഇനി മനസ്സിലായോ? അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ എന്താണ്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വഴി നമുക്ക് മനസ്സിലാകാം അവിടെ എന്തുണ്ട്, ഷുഗർ വെച്ച് മിക്സ് ആക്കിയേക്കുന്നതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ട അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഒരിക്കലും അത് അവിടെ നിന്ന് വാനിഷ് ആകോ അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്തോ പോകുന്നില്ല. ആ സാധനം അവിടെ തന്നെയുണ്ട്. അപ്പം നമുക്ക് ചിന്തിക്കാം, അതെവിടെ പോയി ഇരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം അതെവിടെ പോയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആദ്യം ഞാൻ വായിച്ചിട്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹൈഡ് ആൻഡ് സീക്ക് ഓഫ് എ സൊല്യൂട്ട്. ഓക്കെ, നമ്മുടെ സൊല്യൂട്ട് ഒളിച്ചു കളിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈഡ് ആൻഡ് സീക്ക് ഇഷ്ടമാണോ കളിക്കാനായിട്ട്? അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ഷുഗർ സൊല്യൂഷൻ ഹാസ് ബോത്ത് വാട്ടർ ആൻഡ് ഷുഗർ, ബട്ട് വി കനോട്ട് സീ ദ ഷുഗർ വൺസ് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വൈ ഈസ് ഇറ്റ് സോ?
Where did the sugar disappear? What happened to sugar? Let's find out. അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്കതെന്താണെന്ന് അറിഞ്ഞു നോക്കാം. ഒരു എക്സ്പെരിമെൻ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതിനെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞുകൊണ്ട് വരും. കഴിഞ്ഞ എക്സാമിന് വന്നില്ലായിരുന്നോ എക്സ്പെരിമെൻ്റ് എഴുതാൻ? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റും പഠിച്ചു വയ്ക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്: ലാർജ് പ്ലാസ്റ്റിക് ജാർ 1 ലിറ്ററിൻ്റെ, ഗ്രാവൽ ഒരു 500 ഗ്രാം, ഗ്രീൻ ഗ്രാം 100 ഗ്രാം, റവ 100 ഗ്രാം. ഓക്കെ, ആക്ടിവിറ്റി: put the gravel in a plastic jar and shake it well. ഓക്കെ, ഒരു പ്ലാസ്റ്റിക് ജാർ എടുക്കുക, ഗ്രാവൽ ഇടുക, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. യൂസിങ് എ മാർക്കർ പെൻ, മാർക്ക് ദ ലെവൽ ഓഫ് ഗ്രാവൽ ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ജാർ. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു ജാർ എടുത്തു, അതിൽ നമ്മൾ ഗ്രാവൽ ഇട്ടു. ഓക്കെ, ഗ്രാവലിട്ടു, അത് ഇവിടം വരെയാണ് നിൽക്കുന്നത്, അവിടെ നമ്മളൊരു മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ആഡ് സം ഗ്രീൻ ഗ്രാം ടു ദിസ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഗ്രീൻ ഗ്രാം, കുറച്ച് പീസ് നമ്മൾ ഇട്ടു. ഓക്കെ, നമ്മൾ കുറച്ച് പീസ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ ഇതിനെ സ്റ്റിർ ചെയ്തു. ഈ ലെവലിൽ നിന്ന് കൂടിയോ? Does the level of gravel rise now? കൂടിയോ? Write the measurement in the table. അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞേക്കുന്നത് then put some rava in the plastic jar and shake it well. എന്നിട്ട് വീണ്ടും കുറച്ച് എന്തിടുക? റവ ഇടുക, അതായത് ആ ഗ്രാവലിലേക്ക്. Does the height of the gravel change after this? Record the observation in the table below. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു, അതിൻ്റെ ആ ഒരു ഹൈറ്റ് കൂടിയോ? ഇല്ല അല്ലേ? അതായത് എന്താണ്? ഇവിടെ നോക്കിക്കേ, ഇതൊക്കെ ഗ്രാവലാന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഉള്ളിൽ എന്തുണ്ട്? കുറേ സ്പേസ് ഉണ്ടല്ലേ. അപ്പോൾ ആ സ്പേസിലേക്കാണ്, അതായത് ഇവിടെ നോക്കിക്കേ, ദേ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇട്ടത് എങ്ങോട്ടേക്ക് പോവും? ഈ സ്പേസിലേക്ക് പോവും. ഓക്കെ, ഈ സ്പേസിലേക്ക് പോയി കിടക്കും. അപ്പം അതിൻ്റെ ആ ഹൈറ്റ് കൂടുമോ? ഇല്ല. ഓക്കെ, അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടേബിള് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഫില്ലിംഗ് ദ ഗ്യാപ്സ്. Imagine a jar of big rocks, അതായത് ഗ്രാവൽ. There are little empty spaces between the rocks. ശരിയല്ലേ? ഇനി when you pour small things like green grams or beans into the jar, they slip right into those empty spaces. അവരെങ്ങോട്ട് പോവും? They go into empty spaces between the gravel. Okay, this shows that everything, even solid stuff, has tiny empty spaces inside that other small things can fit to. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? അതായത് in everything there is a tiny spaces, ചെറിയ ചെറിയ സ്പേസ് ഉണ്ട്, അവിടെ വന്നാണ് ഇത് കിടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഈ ടേബിൾ ഒന്ന് നോക്കിയാലോ. നമ്മുടെ ആക്ടിവിറ്റി ഫസ്റ്റ് 1, ആഫ്റ്റർ ഷേക്കിംഗ് ആൻഡ് പ്രസ്സിംഗ് ദ ഗ്രാവൽ ഇൻ ദ ജാർ, ഹൈറ്റ് ഓഫ് ദ ഗ്രാവൽ ഇൻ ദ ജാർ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി, ആഫ്റ്റർ ആഡിങ് ദ ഗ്രീൻ ഗ്രാം ഇൻ ദ ജാർ ആൻഡ് ഷേക്കിംഗ് ഇറ്റ്, ഹൈറ്റ് ഓഫ് ദ ഗ്രാവൽ ഇൻ ദ ജാർ. അതുപോലെ തന്നെ ആഫ്റ്റർ ആഡിങ് ദ റവ ഇൻ ദ ജാർ ആൻഡ് ഷേക്കിംഗ് ഇറ്റ് വെൽ. എന്താണ്? സെയിം ഹൈറ്റ്, ഇവിടെ സെയിം ഹൈറ്റ് റിമെയിൻ സെയിം. ഓക്കെ,
അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഹൈറ്റ് റിമെയിൻസ് സെയിം, അതായത് ഹൈറ്റ് അങ്ങനെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ സെയിം ഹൈറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുപോലത്തെ ആക്ടിവിറ്റി തരുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ, അതിനടിയിൽ വരുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഷുഗർ ഈസ് ഹൈഡിങ് ഇൻ വാട്ടർ ആസ് വെരി സ്മോൾ ഗ്രാനുൾസ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ? അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ഷുഗറിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടില്ലായിരുന്നോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളത് കണ്ടില്ലായിരുന്നു, ഇന്നാണ് നമുക്കത് കാണുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു ഷുഗറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അതായത് അതിൻ്റെ കളർ എന്താണ്, ടേസ്റ്റ് എന്താണ്, അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്? അപ്പോൾ ഷുഗറിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് നമുക്ക് പറയാൻ പറ്റും. കളർ എന്താണ്? എല്ലാവർക്കും അറിയാം കളർ എന്താണ്, വൈറ്റ്. ടേസ്റ്റോ നല്ല സ്വീറ്റാണ്. സ്റ്റേറ്റ് എന്താണ്, സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? സോളിഡ്. ഓക്കെ, ഇതാണ് എന്ത്, നമ്മുടെ ഷുഗറിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ജസ്റ്റ് ഷുഗറിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. സോളിഡ് ആണ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു, അതായത് ഷുഗർ ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു സ്മോളർ ഗ്രാനുൾസ്. അതായത് എന്താണ്, നമ്മൾ നമ്മുടെ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി കഴിയുമ്പോൾ എന്താണ്, ആ ഷുഗർ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും, നമുക്ക് കാണാനേ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ ആ പറയുന്ന ചെറിയ പാർട്ടിക്കിളിനും എന്ത് തന്നെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും? കളർ വൈറ്റ് ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും, അതുപോലെ തന്നെയോ അത് സോളിഡ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇവൻ ദ ടൈനിയസ്റ്റ് ഗ്രാനുൾ കീപ്സ് ദ സെയിം പ്രോപ്പർട്ടീസ്. ഒരേ പ്രോപ്പർട്ടി തന്നെയാണ് ഇവൻ ദ ആ ചെറിയ പാർട്ടിക്കിളും കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ചെറിയ പാർട്ടിക്കിൾസ്, ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉൾക്കൊള്ളുന്ന ആ ചെറിയ പാർട്ടിക്കിളിന് പറയുന്ന പേരാണ് എന്ത്, മോളിക്യൂൾ. മനസ്സിലായോ? അത് മനസ്സിലാക്കി വെക്കുക. മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്, വളരെ ടൈനി ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് എന്ത് പറയുന്നത്, മോളിക്യൂൾ. മനസ്സിലായോ? നമുക്കിനി അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ മോളിക്യൂൾ is the smallest particle of a substance having all its properties. അപ്പോൾ എല്ലാവരും പറഞ്ഞേ, മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. അതായത് നമ്മുടെ ഷുഗർ നന്നായിട്ട് വെള്ളത്തിൽ ഇളക്കി എന്താ, വളരെ ടൈനി പാർട്ടിക്കിൾ ആവും. അപ്പോൾ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താണോ ആ പ്രോപ്പർട്ടീസ് തന്നെ ആർക്കുണ്ടാവും, ഇവനും ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞേ, മോളിക്യൂൾ ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. കുറേ മോളിക്യൂൾസ് കൂടുമ്പോഴാണ് എന്ത് വരിക, ആ സബ്സ്റ്റൻസ് ഫോം ചെയ്യുക. ഓക്കെ, ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ഹാവ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഷുഗർ ഇൻ വാട്ടർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഷുഗർ മോളിക്യൂൾസ് സ്പ്രെഡ് ഈവൻലി എവരിവെയർ ഇൻ വാട്ടർ, സ്വീറ്റ്നെസ് എവരിവെയർ. നമ്മൾ പറഞ്ഞായിരുന്നു ഹോമോജീനിയസ് മിക്സ്ചർ അല്ലേ? അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ എന്താണ്, സെയിം. ഹോമോ സെയിം, ഹെട്രോ ആണെങ്കിലോ ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മോളിക്യൂൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം. കാരണം എന്താ, നമ്മുടെ എക്സാമിന് ഇതുപോലത്തെ എക്സ്പെരിമെൻ്റ് എഴുതാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷുഗർ മോളിക്യൂൾ എക്സ്പെരിമെൻറ്റ്,
അതായത് ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ടു ഷോ ദാറ്റ് ഈവൻ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ഷുഗർ ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു ആ ചെറിയ പാർട്ടിക്കിളിൻ്റെ കളറ് വൈറ്റ് ആണ്, സോളിഡ് ആണ്, നല്ല ടേസ്റ്റി ആണ്. അതിനൊരു തെളിവ് വേണ്ടേ? അപ്പോൾ അതിനുള്ള എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷുഗർ, സ്മോൾ ഹാമർ, ചിറ്റിക, പേപ്പർ, മൈക്രോസ്കോപ്പ്, സ്ലൈഡ് പ്ലസ് കവർ സ്ലിപ്പ് പ്ലസ് ബ്രഷ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് ഷുഗർ വേണം, ചെറിയൊരു ചിറ്റിക വേണം, ഒരു പേപ്പർ വേണം, മൈക്രോസ്കോപ്പ് വേണം. മൈക്രോസ്കോപ്പിൽ അവിടെ യൂസ് ചെയ്യാനായിട്ട് ചെറിയ സ്ലൈഡ്, കവർ സ്ലിപ്പ്, അതൊക്കെ ആ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ബ്രഷ്. ഓക്കെ, നമ്മുടെ പ്രൊസീജിയർ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. ഫസ്റ്റ്, ടേക്ക് സം ഷുഗർ ഇൻ എ പേപ്പർ. ഓക്കെ, ക്രഷ് ഇറ്റ് വിത്ത് എ ഹാമർ ഇൻ ടു ടൈനി ഗ്രാനുൾസ്. ചിറ്റിക വെച്ച് നന്നായിട്ട് എന്താണ് അടിക്കുക. അപ്പൊ എന്താവും? വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആവൂലേ. ടേക്ക് ദ സ്മോളസ്റ്റ് ഗ്രാനുൾ, ഏറ്റവും ചെറിയ ഗ്രാനുൾ അല്ലെങ്കിൽ ചെറിയ പാർട്ടിക്കിൾ എടുത്തിട്ട് ടേസ്റ്റ് ഇറ്റ്. എന്തായിരിക്കും? ഇറ്റ് ഈസ് സ്റ്റിൽ സ്വീറ്റ്. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? പ്ലേസ് എ ടൈനി ഗ്രാനുൾ ഓൺ എ സ്ലൈഡ് വിത്ത് എ ബ്രഷ്. അതായത് ഒരു ബ്രഷ് വെച്ച് ആ ടൈനി പാർട്ടിക്കിൾ എടുത്തിട്ട് ഒരു ചെറിയ സ്ലൈഡ്, ഇതുപോലത്തെ ഒരു ചില്ലുള്ള ഒരു സ്ലൈഡ് ആയിരിക്കും, അവിടെ കൊണ്ടുവന്ന് ഇത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഒബ്സർവ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്. എന്നിട്ട് ഈ ഭാഗമില്ലേ അവിടെ ഈ സ്ലൈഡ് വെക്കാം. എന്നിട്ട് ഒബ്സർവ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്, അതായത് നമ്മൾ ഈ പറയുന്ന സ്ലൈഡില്ലേ അത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. യു സീ ദ സ്മോൾ ഷുഗർ പീസ് ക്ലിയർലി സ്റ്റിൽ ഷുഗർ. അതായത് എന്താ? ആ വളരെ ചെറിയ പാർട്ടിക്കിള് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ഷുഗർ പോലെ തന്നെ എന്താണ് ആ ചെറിയ പാർട്ടിക്കിൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ ആ പറയുന്ന നമ്മൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ ആ ഷുഗർ? കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളത് മൈക്രോസ്കോപ്പ് വഴി നോക്കുമ്പോൾ എന്താണ്? ആ കറക്റ്റ് ആ ഷുഗർ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇമാജിൻ ബ്രേക്കിംഗ് ഇറ്റ് ഇൻ ടു ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. യു കനോട്ട് സീ ദിസ് ഈസ് എ മോളിക്യൂൾ. അപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത വിധം എന്താണ്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് എന്ത്? മോളിക്യൂൾ. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ട എന്താണ്? അതായത് ഷുഗറിൻ്റെ എത്ര ചെറിയ പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് അത് എന്ത് ചെയ്യുന്നു? മുറുകെ തന്നെ പിടിക്കുന്നുണ്ട്. ഓക്കെ, ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് തെളിയിക്കാനുള്ള എക്സ്പെരിമെൻ്റ് നമ്മൾ കണ്ടു. അതും എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. പിന്നെ മോളിക്യൂൾ എന്താണെന്ന് പഠിക്കുക. ഇത്ര കാര്യങ്ങൾ ഇപ്പോൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു ഒബ്സർവേഷൻ നമുക്ക് എന്ത് മനസ്സിലായി എന്ന് നമുക്ക് നോക്കാം. ഇവൻ ദ സ്മോളസ്റ്റ് ഗ്രാനുൾ ഈസ് സ്റ്റിൽ വൈറ്റ്, സ്വീറ്റ്, സോളിഡ്. സോ ഷുഗേഴ്സ് പ്രോപ്പർട്ടീസ് റിമെയിൻ ദ സെയിം ഹൗവർ സ്മോൾ യു മേക്ക് ഇറ്റ്. അതായത് എന്താണ്? എത്ര ചെറിയ ഗ്രാനുൾ ആയിക്കോട്ടെ അതിന് എന്ത് തന്നെയുള്ളേ? അത് വൈറ്റ് ആണ്, സ്വീറ്റ് ആണ്, സോളിഡ് ആണ്. അതുപോലെ എന്താണ്? അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറുന്നുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ കണ്ടെത്തിയ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ദ മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ഷുഗർ ദാറ്റ് ഷോസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്ര കാര്യം പഠിച്ചാൽ മതി. മോളിക്യൂൾ എന്താണെന്ന് പഠിക്കുക, അതുപോലെ തന്നെ ഷുഗറിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ ഈ എക്സ്പെരിമെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാനായിട്ട് പഠിക്കാം. ഈ ഒബ്സർവേഷൻ കൺക്ലൂഷൻ വേണമെന്നില്ല, നിങ്ങൾ ഈ പ്രൊസീജിയർ ഇല്ലേ അത് പഠിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് റിക്വയർഡ് വേണമെങ്കിൽ എഴുതാം, അതും എഴുതിക്കും. എളുപ്പമല്ലേ എഴുതാനായിട്ട്? ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കൺക്ലൂഷൻ പോലെ കൊടുത്താൽ മതി. മനസ്സിലായോ? ഫസ്റ്റ് നോക്കുന്നത് നമ്മളിപ്പോൾ എന്താണ് മോളിക്യൂൾസ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ദി സബ്സ്റ്റൻസ് അല്ലേ? ദാറ്റ് ഹോൾഡ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ്. അതായത് എന്താണ്? ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. ആ സബ്സ്റ്റൻസ് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ആര് ഹോൾഡ് ചെയ്യും? നമ്മുടെ മോളിക്യൂൾസും, അതായത് സ്മോളസ്റ്റ് പാർട്ടിക്കിളും എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും.
ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് മോളിക്യൂൾസ് ഇൻ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അതായത് ഈ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് അതിലേക്ക് മോളിക്യൂൾസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സോളിഡ്. ഓക്കെ, സോളിഡിൽ മോളിക്യൂൾസ് ആർ വെരി ക്ലോസ്, ഫിക്സ്ഡ് പ്ലേസ്, ഡെഫിനിറ്റ് ഷേപ്പ്. അതായത് എന്താണ്, സോളിഡിൽ മോളിക്യൂൾസൊക്കെ അടുത്തടുത്തടുത്തായിട്ടാണ് എന്ത് നിൽക്കുന്നത്, മോളിക്യൂൾസ് എല്ലാം നിൽക്കുന്നത്. ഒന്ന് ചേർന്ന് അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു ഫിക്സഡ് പ്ലേസിലാണ് നിൽക്കുന്നത്, അവിടെ നിന്ന് അവർ മാറുന്നില്ല. അതെന്ത് കൊടുക്കും, ഇതിനൊരു ഷേപ്പ് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, സോളിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, മോളിക്യൂൾസ് ആർ വെരി ക്ലോസ്, അതായത് എന്താണ്, ഇൻ ഫിക്സഡ് പ്ലേസ്, അല്ലെങ്കിൽ ദേ സ്റ്റാൻഡ് ഇൻ ഫിക്സഡ് പ്ലേസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എന്താണ്, ഡെഫിനിറ്റ് ഷേപ്പ്. മനസ്സിലായോ? അപ്പോൾ സോളിഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മോളിക്യൂൾസ് എല്ലാം വളരെ അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്, ഫിക്സഡ് പ്ലേസിലാണ്. പിന്നെ എന്താണ്, അവരെന്ത് കൊടുക്കും, ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കും. മനസ്സിലായോ? നമുക്കേ ഒരു ഫിഗർ കാണിച്ചു തരാവേ. അപ്പോൾ ദേ ഇവിടെ നോക്കിക്കേ, സോളിഡ്, അതായത് ഈ മോളിക്യൂൾസൊക്കെ എന്താണ്, അടുത്തടുത്തടുത്തായിട്ടല്ലേ നിൽക്കുന്നത്. അവർ ആ ഫിക്സഡ് പ്ലേസ്, ഇവന് വേറെ എങ്ങടേലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, കാരണം അത്രയ്ക്ക് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്, ഫിക്സഡ് പ്ലേസ് ആണ്, എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്യുന്നു, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് തന്നെ കൊടുക്കുക അല്ലേ? കാരണം അത് അങ്ങനെ തന്നെ നിൽക്കണോണ്ട് എന്താണ്, നമുക്ക് ഇവിടുന്ന് ഒരു ഷേപ്പ് തന്നെ കിട്ടി അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലിക്വിഡാണ്. ഇവിടെ നോക്കിക്കേ, മോളിക്യൂൾസ് ആർ ക്ലോസ് ബട്ട് ക്യാൻ സ്ലൈഡ്. അതായത് എന്താണ്, മോളിക്യൂൾസൊക്കെ അടുത്തടുത്തടുത്താണ്, പക്ഷേ എന്താണ്, ഈ മോളിക്യൂൾസിന് ഇപ്പോൾ ഇങ്ങടേക്ക് ഊർന്നു പോവാം, ഇങ്ങടേക്ക് പോവാം അല്ലേ? അപ്പോൾ മോളിക്യൂൾസ് ആർ ക്ലോസ് ബട്ട് ക്യാൻ സ്ലൈഡ്. നമ്മൾ മറ്റേ സ്ലൈഡിലൊക്കെ ഊർന്നിറങ്ങണ പോലെ നമ്മുടെ എന്താണ്, ഈ മോളിക്യൂൾസിനൊക്കെ അങ്ങോട്ട് ഊർന്നിറങ്ങാം. അതുകൊണ്ട് എന്താണ്, നോ ഫിക്സഡ് ഷേപ്പ്. ഇതിനൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടോ? ഫിക്സഡ് ഷേപ്പ് ഇല്ല. ഇപ്പോൾ ഒരു ഷേപ്പ് ഉണ്ട്, ഇനി ഇവന്മാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുമ്പോഴെന്താ, വേറൊരു ഷേപ്പ് ആവും. അപ്പം എന്താണ്, അതിനൊരു ഫിക്സഡ് ആയിട്ട് സ്ഥിരമായിട്ടൊരു ഷേപ്പ് ഉണ്ടോ? ഇല്ല. പിന്നെയോ, ഈ മോളിക്യൂൾസ് ക്യാൻ ഫ്ലോ. അപ്പം എന്താണ്, ഇൻ ലിക്വിഡ് മോളിക്യൂൾസ് ആർ ക്ലോസ് ബട്ട് ദേ ക്യാൻ ഫ്ലോ, ഹെൻസ് ഇറ്റ് ഹാസ് നോ ഫിക്സഡ് ഷേപ്പ്. അതുകൊണ്ടാണ് എന്ത്, ലിക്വിഡിന് ഫിക്സഡ് ഷേപ്പ് ഇല്ലാത്തത്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോകണം, കാരണം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതാണ് ഇത്ര സ്ലോയിൽ പോണേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഗ്യാസ് നോക്കിക്കേ, മോളിക്യൂൾസ് ആർ ഫാർ എപ്പാർട്ട്, ഒത്തിരി അകലെയാണ്. ഒരു മോളിക്യൂൾ ഇവിടെയാണെങ്കിൽ ഒരു മോളിക്യൂൾ ഇവിടെ, അങ്ങനെ എന്താണ്, ഇവനെ വെച്ച് നോക്കുമ്പോൾ ഈ മോളിക്യൂൾസൊക്കെ മറ്റൊരാളിൽ നിന്നും അകലെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം എന്താണ്, ഇവർക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നോ ഫിക്സഡ് ഷേപ്പ്, സ്പ്രെഡ് എവരിവെയർ. ഓക്കെ, ഇതിനൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. സോളിഡിൽ, ലിക്വിഡിൽ, ഗ്യാസിൽ മോളിക്യൂൾസ് എങ്ങനെയാണ്, മോളിക്യൂൾസ് ആർ വെരി ക്ലോസ്, മോളിക്യൂൾസ് ആർ ക്ലോസ് ബട്ട് ദേ ക്യാൻ ഫ്ലോ, മോളിക്യൂൾസ് ആർ ഫാർ എപ്പാർട്ട്, ദേ ക്യാൻ മൂവ് ഫാസ്റ്റ്. ഓക്കെ, ഇൻ സോളിഡ് molecules are very close, so it provides definite shape. ഇനി ലിക്വിഡ് ആണെങ്കിൽ molecules are slow but can slide, therefore it has no fixed shape. ഗ്യാസിലാണെങ്കിൽ molecules are far apart, they can move fast, hence it has no fixed shape. മനസ്സിലായോ? ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നതാണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അതായത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫർദർ റീഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നൊരു കാര്യമാണ്, ജസ്റ്റ് ആഡ് ചെയ്തു എന്നുള്ളൂ. അതായത് ഈ മോളിക്യൂൾസ് ആർ മെയ്ഡ് ഓഫ് ആറ്റംസ്. അതായത് ഈ മോളിക്യൂൾസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നോ, അതായത് കുറേ ആറ്റംസ് കൂടിയാണ് എന്തുണ്ടാവുന്നത്, മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് കുറേ ആറ്റംസ് കൂടി എന്തുണ്ടാവുന്നു, ഒരു
മോളിക്യൂൾ ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ ബോഡി ആണെങ്കിൽ കുറേ സെൽസ് കൂടിയാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയുന്നത് പോലെ മോളിക്യൂൾ എന്താണ്, കുറേ ആറ്റംസ് കൂടിയാണ് എന്തുണ്ടാക്കിയേക്കുന്നത്, മോളിക്യൂൾ ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾ. നമ്മൾ വാട്ടറിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? H2O. അതായത് എന്താണ്, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടുന്നതാണ് എന്ത്, വാട്ടർ. അപ്പോൾ ഈ ഹൈഡ്രജൻ, ഓക്സിജൻ അതൊക്കെ എന്താണ്, ആറ്റംസ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഷുഗർ മോളിക്യൂൾ. ഷുഗർ മോളിക്യൂളിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ 3 എണ്ണം കൂടിയതാണ് എന്ത്, ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആറ്റംസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് മോളിക്യൂൾസ് ആർ മെയ്ഡ് ഓഫ് ആറ്റംസ്. ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണോ? ഇനി നമ്മൾ നോക്കുന്നത് പ്യുവർ സബ്സ്റ്റൻസ് വേഴ്സസ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസസ് വേഴ്സസ് മിക്സ്ചേഴ്സ്. എന്താണ് ഈ പ്യുവർ സബ്സ്റ്റൻസസ്? മിക്സ്ചേഴ്സ് എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു, നമ്മളതിൻ്റെ എക്സാമ്പിൾ പഠിച്ചായിരുന്നു. ഇനി എന്താണ് ഈ പ്യുവർ സബ്സ്റ്റൻസസ്? അതായത് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് വെച്ചാൽ ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. അവിടെ ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സർലാസ്, അതിൽ നമ്മൾ എന്താണ്, പല സാധനങ്ങളുണ്ടല്ലേ, ഒണിയൻ ഉണ്ട്, ചില്ലി ഉണ്ട് അല്ലേ, സാൾട്ട് ഉണ്ട്, കേർഡ് ഉണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ എന്താണ്, സാൾട്ട് ഒരു മോളിക്യൂളായിട്ട് എടുക്കാം, ചില്ലി ഒരു മോളിക്യൂളായിട്ട് എടുക്കാം. അവിടെ എന്താണ്, പല ടൈപ്സ് മോളിക്യൂൾസ് ഉണ്ടല്ലേ. പക്ഷെ ഇവിടെ നോക്കിക്കേ, റൈസിൽ എന്താണ്, ആ ചോറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ടൈപ്പ് ഇപ്പോൾ റൈസിനെ നമുക്കൊരു മോളിക്യൂളായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ടൈപ്പ് മോളിക്യൂളല്ലേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്, പ്യുവർ സബ്സ്റ്റൻസ്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. എല്ലാവരും പറഞ്ഞേ, പ്യുവർ സബ്സ്റ്റൻസ് എന്താണ്, ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. മിക്സ്ചേഴ്സ് എന്താണ്, മോർ ദാൻ 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. എല്ലാവരും പറഞ്ഞേ, പ്യുവർ സബ്സ്റ്റൻസ് ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ, മിക്സ്ചറോ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. എക്സാമ്പിൾസ്, ഇപ്പോൾ പ്യുവർ സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ ഷുഗർ. ഷുഗറിൽ എന്താണ്, ആ ഷുഗർ മാത്രമല്ലേ ഉള്ളൂ. വാട്ടർ, ഗോൾഡ് അതൊക്കെ എന്താണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇനി മിക്സ്ചർ എന്ന് പറയുമ്പോഴോ, ബട്ടർ മിൽക്ക്, സോഡ വാട്ടർ, ഗോൾഡ് ജുവൽസ്. അതായത് എന്താ, ഇവിടെ ബട്ടർ പ്ലസ് മിൽക്ക്, സോഡ പ്ലസ് വാട്ടർ. ഓക്കെ, പിന്നെയോ ഗോൾഡ് ജുവൽസ്, അവിടെയൊക്കെ എന്താണ്, പല മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഗോൾഡ് ജുവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പല മോളിക്യൂൾസ്, ഇപ്പോൾ പിക്ചറിൽ തന്നെ നോക്കുവാണെങ്കിൽ പല മോളിക്യൂൾസ് കാണാമല്ലോ. സ്റ്റോൺ കാണാം, അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പാർട്ട് കാണാം അല്ലേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ, മിക്സ്ചർ എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. എക്സാമ്പിളായിട്ട് ഒരു 2 എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാമല്ലോ. പ്യുവറിന് ഷുഗർ, വാട്ടർ. ഇനി മിക്സ്ചറിന് നമുക്ക് വേണമെങ്കിൽ ലൈം ജ്യൂസോ സാലഡോ ബട്ടർ മിൽക്ക് എന്ത് വേണേലും പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ പ്യുവർ എന്ന് വെച്ചാൽ എന്താ, സെയിം ഫ്രണ്ട്സ് ഒന്നിച്ച്. ഇപ്പോൾ ട്വിൻസ്, മിക്സ്ചർ ഡിഫറെൻറ്റ് ഫ്രണ്ട്സ് പാർട്ടിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാം. ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 90 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്മളോട് അത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് മിക്സ്ചർ ആണോ പ്യുവർ ആണോ എന്നാണ് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ട്രിക്ക് പറഞ്ഞില്ലായിരുന്നോ, ഇഫ് ഇറ്റ് ഹാസ് മോർ ദാൻ 1 തിങ് അതെന്തായിരിക്കും, മിക്സ്ചർ ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, പ്യുവർ ആണ്. നമ്മൾ സാലഡ്, റൈസ് പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ പൊറിച്ച്, അതെന്താണ്, മിക്സ്ചർ. പെൻസിൽ ഗ്രാഫൈറ്റ്, ആ ആഷ് കളർ പോലെ ഇരിക്കുന്ന അതെന്താണ്, പ്യുവർ. ഷുഗർ പ്യുവർ, സോഡ വാട്ടർ മിക്സ്ചർ, ബട്ടർ മിൽക്ക് മിക്സ്ചർ, പ്യുവർ വാട്ടർ പ്യുവർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്യുവർ, ഗോൾഡ് ജുവൽസ് മിക്സ്ചർ, ഗോൾഡ് പ്യുവർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് ഐറ്റംസ് തരും.
ആ ഐറ്റംസ് പ്യുവറാണോ മിക്സ്ചർ ആണോ എന്ന് എഴുതാനായിട്ട് ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇത്രയും കാര്യം നോക്കിയാൽ മതി. അതിലൊരു കാര്യമാണ് ഉള്ളൂ എങ്കിൽ അതെന്തായിരിക്കും? അത് പ്യുവറായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഷുഗർ വേറെ എന്തെങ്കിലും അതിലുണ്ടോ? ഇല്ല, പ്യുവർ. പെൻസിൽ ഗ്രാഫൈറ്റ് ആ ആഷ് കളറ് വേറെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടോ? ഇല്ല. പക്ഷേ പൊറിച്ച് നമ്മുടെ ഫുഡ് ഐറ്റം പല സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണ്? മിക്സ്ചർ. മനസ്സിലായോ? സോറി. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. നമുക്കൊന്നും കൂടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ, ഒരു റിവിഷൻ മാതിരി. അപ്പോൾ എന്താണ് സോളിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മോളിക്യൂൾസ് ഹഗ് ടൈറ്റ്, നല്ല മുറുകെയാണ് പിടിച്ചേക്കുന്നത്. എല്ലാ മോളിക്യൂൾസും എന്താണ്? വെരി ക്ലോസ് ടു ഈച്ച് അതർ. ലിക്വിഡ് ആണെങ്കിലോ മോളിക്യൂൾസ് ഡാൻസ് ആൻഡ് സ്ലൈഡ്. ഇത് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, ആദ്യം പറഞ്ഞത് പഠിച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് പറയുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ലിക്വിഡ് എന്താണ്? മോളിക്യൂൾസിന് അവിടെ ഡാൻസ് ചെയ്യാം, സ്ലൈഡ് ചെയ്യാം, അത്രയ്ക്ക് സ്പേസ് ഉണ്ടല്ലേ. ഗ്യാസിനോ മോളിക്യൂൾസ് റാൻ എവേ ഫാസ്റ്റ്, ഓടി നടക്കാനുള്ള സ്ഥലം ഗ്യാസിലുണ്ട്. ആറ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൈനി ടൈനി ബോൾസ്. അവർ കൂടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റംസ് ഹോൾഡിങ് ഹാൻഡ്സ്. അതായത് എന്താണ്? ആറ്റംസ് കൂടുന്നതാണ് മോളിക്യൂൾസ്. പ്യുവർ സബ്സ്റ്റൻസ് എന്താ? ഓൺലി വൺ ടൈപ്പ് ഓഫ് ഫ്രണ്ട്. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അതുപോലെ തന്നെ മിക്സ്ചർ ആണെങ്കിലോ മെനി ടൈപ്സ് ഓഫ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു റിവിഷൻ മോഡൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് വണ്ണേ നിങ്ങൾ തന്നെ പറയണം കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കരുത്, ഞാൻ ചോദിക്കും, നിങ്ങൾ പറയണം. ഓക്കെ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾസ് ദി ക്ലോസസ്റ്റ്? അതായത് ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിലാണ്, സോളിഡിലാണോ ലിക്വിഡിലാണോ ഗ്യാസിലാണോ മോളിക്യൂൾസൊക്കെ വളരെ ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്? യെസ്, സോളിഡ്. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾസ് ദ ഫാർദസ്റ്റ്? അതായത് എന്താണ്? മോളിക്യൂൾസ് ദൂരെ നിൽക്കുന്ന, ഫാർ എവേ ആയിട്ട് നിൽക്കുന്ന എവിടെയാണ്? യെസ്, ഗ്യാസ്. ഓക്കെ. ഇനി വൈ ഡു സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് വൈൽ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ഡോണ്ട്? എന്തുകൊണ്ടാണ് സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാകുന്നത്? ഗ്യാസസിനും ലിക്വിഡ്സിനും അങ്ങനെ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലല്ലോ. കാരണം എന്താണ്? മോളിക്യൂൾസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ. ഓക്കെ. അല്ലെങ്കിൽ മോളിക്യൂൾസ് സ്റ്റേ ഇൻ ഫിക്സഡ് പ്ലേസ്. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങൾ എന്താണ്? നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ എന്ത് എഴുതുക? ആൻസർ എഴുതണം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പറയണേ. വൈ ആർ ലിക്വിഡ്സ് ഏബിൾ ടു ഫ്ലോ വൈ ക്യാൻ ഗ്യാസസ് സ്പ്രെഡ് ഫാസ്റ്റ്? എന്തുകൊണ്ടാണ്? അതായത് നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, ലിക്വിഡ്സിൽ എങ്ങനെയാണ് മോളിക്യൂൾസ്? മോളിക്യൂൾസ് ആർ ക്ലോസ്, ദേ ക്യാൻ സ്ലൈഡ്. ഓക്കെ. ഇനി ഗ്യാസിലാണെങ്കിലോ മോളിക്യൂൾസ് ആർ ഫാർ എപ്പാർട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ ഈ പേജ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. പിന്നെ ഈ ഫിഗർ നമുക്ക് എക്സാമിന് വരും. എന്നിട്ട് ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണെന്ന് ചോദിക്കും. അതായത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്ന് ചോദിക്കും. ഓക്കെ. ഇനി വേറൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ 4 ഫിഗേഴ്സ് കണ്ടോ? എ, ബി, സി, ഡി. ഓക്കെ. ഇവിടെ എ നോക്കിക്കേ, ഇത് പ്യുവറാണോ മിക്സ്ചർ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ എന്താണ്? ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ, പ്യുവറാണ്. ബിയിലോ ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ, പ്യുവർ. സിയിലോ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് എന്താണ്? മിക്സ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ. അങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ എന്താണ്? മിക്സ്ചർ. ഓക്കെ. ഇനി ഡിയിലോ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് മിക്സ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതെന്താണ്? മിക്സ്ചർ. ഓക്കെ. അപ്പോൾ ഇതുപോലെ പടം തരും. എന്നിട്ട് എന്താ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ സോ എ ആൻഡ് ബി ആർ പ്യുവർ സബ്സ്റ്റൻസസ്, സി ആൻഡ് ഡി ആർ മിക്സ്ചേഴ്സ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നോ, അത് ജസ്റ്റ് ടേബിളിലായിട്ട് എഴുതി തന്നു എന്നുള്ളൂ കേട്ടോ. ഓക്കെ.
അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമ്മളപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചേ? സോളിഡ് പഠിച്ചു, ലിക്വിഡ് പഠിച്ചു, ഗ്യാസ് പഠിച്ചു, മോളിക്യൂൾസ് എന്താണെന്ന് പഠിച്ചു, ആറ്റംസ് എന്താണെന്ന് പഠിച്ചു. എല്ലാത്തിനും എന്താണ് എക്സാമ്പിൾസും പഠിച്ചു. അപ്പോൾ ഇത് നോക്കുന്നത് സെപ്പറേറ്റിംഗ് മിക്സ്ചേഴ്സ്. നമ്മൾ എന്താണ് മിക്സ്ചർ എന്നൊക്കെ കണ്ടു അല്ലേ? അപ്പോൾ നമുക്കിനി എങ്ങനെ അവരെ സെപ്പറേറ്റ് ചെയ്യാം, ഓക്കെ, എന്ന് നമുക്ക് നോക്കാം. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി വാട്ട് ഈസ് എ മിക്സ്ചർ എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മൾ പഠിച്ചായിരുന്നല്ലോ, എന്തായിരുന്നു മിക്സ്ചർ? യെസ്, അതായത് എന്താണ്? എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. ഓക്കെ, അതാണ് എന്ത്? മിക്സ്ചർ. ഇനി എക്സാമ്പിൾസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ മിക്സ്ചറിൻ്റെ. യെസ്, സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾസ്, പിന്നെയോ ലൈം ജ്യൂസ്, അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾസും പഠിച്ചായിരുന്നു. അപ്പോൾ മിക്സ്ചർ എന്താണെന്ന് പഠിച്ചു, എക്സാമ്പിൾസ് എന്താണെന്ന് എല്ലാവരും പഠിച്ചല്ലേ? എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എങ്ങനെയാണ്, അതായത് മിക്സ്ചറിൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ട്? ഓരോ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ആ കമ്പോണൻസിനെ എങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മിക്സ്ചറിനെ പറ്റി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മിക്സ്ചർ റൈസ് പ്ലസ് സ്റ്റോൺസ്. അതായത് നമ്മുടെ അരിയിൽ കല്ല് കാണത്തില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ആ റൈസിനെയും, അതായത് അരിനെയും കല്ലിനെയും എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കെങ്ങനെയാണ്, നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യാറ്? അതെ, നമ്മൾ കൈകൊണ്ട് കല്ല് പറക്കി കളയുകയല്ലേ ചെയ്യുന്ന. അതായത് ഹാൻഡ് പിക്കിംഗ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്താണ്? ഹാൻഡ് പിക്കിംഗ്. കൈകൊണ്ട് പറക്കി കളയുന്നു. ഓക്കെ, ഇവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത്? നിങ്ങളിത് പഠിക്കണം കേട്ടോ. അതായത് ഇവിടെ എന്ത് പ്രോപ്പർട്ടിയാണ്? അതായത് അതിൻ്റെ ആ സൈസും ഷേപ്പും കളർ ഡിഫറൻസും കൊണ്ടാണ് നമുക്കത് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി, സൈസ്, ഷേപ്പ്, കളറ്. ഓക്കെ, സൈസ്, ഷേപ്പ്, കളർ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റൈസിനെയും സ്റ്റോണിനെയും വേർതിരിച്ചെടുക്കുന്നത്. ഇനി അടുത്തത് അയൺ പ്ലസ് സാൻഡ്. അയൺ പ്ലസ് സാൻഡ്. അവിടെ നമുക്കെങ്ങനെ ഈ അയണിനെയും സാൻഡിനെയും വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും? അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് നമുക്ക് അയൺ കണ്ടൻസും ഉണ്ടാവും, അതോടൊപ്പം തന്നെ മണ്ണും ഉണ്ടാവും. നമുക്ക് എങ്ങനെ അയൺ കണ്ടൻറ്റിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും? നമ്മളൊരു കാന്തം കൊണ്ടുപോയി ആ മുറ്റത്തേക്കൂടെ കൊണ്ടുപോയാൽ മതിയില്ലേ? നമ്മുടെ അയൺ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ സാധ്യമാവുന്നത്? മാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഒരു മിക്സ്ചർ തന്നിട്ട് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ചോദിക്കും, എന്ത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കും. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാവേ. ഓക്കെ, ഇനി മൂന്നാമത്തെ സാൾട്ട് പ്ലസ് വാട്ടർ. നമ്മുടെ കടലിലൊക്കെ വെള്ളമില്ലേ, ഉപ്പുവെള്ളം, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ വാട്ടറും അതുപോലെ തന്നെ സാൾട്ടും നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും? ഓക്കെ, എന്ത് ചെയ്താൽ മതി? അതായത് ഇപ്പോൾ നമ്മൾ കടലിൽ നിന്നേ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് വെച്ചു, വെള്ളം എടുത്തു. എന്നിട്ട് വെയിലത്ത് വെച്ച് എന്ത് സംഭവിക്കും? ആ വെള്ളം നീരാവിയായി പോയി അവിടെ ബാക്കി എന്തുണ്ടാകും? സാൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്ന ആ സെപ്പറേഷൻ, സാൾട്ട് വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഇവാപ്രേഷൻ വഴി. ഓക്കെ, അവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്? വാട്ടർ ഇവാപ്രേറ്റ്സ് ചെയ്യുന്നതുകൊണ്ടാലോ നമുക്ക് എന്ത് ചെയ്യുന്നത്? സാൾട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടി വാട്ടർ ഇവാപ്രേറ്റ്സ്. എല്ലാവരും പഠിച്ചു ഇത്രയും. അപ്പം ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, ഈ 3 എണ്ണം കൂടി കഴിഞ്ഞ് ഞാൻ ചോദിക്കാവേ. ഇനി പാഡി പ്ലസ് ചാഫ്. അതായത്
പാഡി, അതായത് അരിയുടെ തവിടുമില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അരി വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്? വിനോയിങ്. അതായത് എന്താ, നിങ്ങൾ പാട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? അരി പാട്ടുന്നത്. അതായത് എന്താണ്, ആ തവിട് നീക്കം കളയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? കാരണം ആ തവിടെന്ന് പറയുന്നത് എന്താ, വളരെ വെയിറ്റ് കുറഞ്ഞ ഒന്നാണ്. പിന്നെ വെയിറ്റ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. പാഡി പ്ലസ് ചാഫ് എന്ന് വെച്ചാൽ തവിട്. വെയിറ്റ് ആൻഡ് വിൻഡ്, അതായത് കാറ്റ് വരുമ്പോൾ പറന്നു പോകുന്ന അത്രയും വെയിറ്റ് കുറവാണ്. ഓക്കെ, വിനോയിങ്, ഇത് പഠിക്കുക. ഓക്കെ, ഇനി ബട്ടർ പ്ലസ് കേടിൽ നിന്നും എങ്ങനെയാണ് ബട്ടർ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്? ചേണിങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ എന്താണ്, അതായത് ഈ മോര് കലക്കുന്ന കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ മോര് കലക്കി അതിൽ നിന്ന് എന്തെടുക്കും? ബട്ടർ വേർതിരിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഡെൻസിറ്റിയാണ്. അതായത് എന്താണെന്നോ, ഈ ബട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ബട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അത് ശരിക്കും എന്താണ്, ഈ മോരിൻ്റെ മേലേക്കിടെ ഇങ്ങനെ ഓടി കളിച്ചു പോവും. പക്ഷെ എന്താണ്, അടിത്തട്ടിലല്ലേ കിടക്കുന്നത്, മേലെ ബട്ടറും താഴെ കേടും. അപ്പോൾ കേടിൻ്റെ വെയിറ്റ് കൂടുതലല്ലേ, അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വേർതിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടീ പ്ലസ് ടീ ലീവ്സ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെ അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും? ഫിൽട്രേഷൻ വഴി. ഓക്കെ, ഫിൽട്ടർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ അരിച്ചെടുക്കൂലേ, നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പ വഴി അരിക്കും അല്ലേ, മട്ട് മാറി നിൽക്കും. ഓക്കെ, അപ്പോൾ ആ പാർട്ടിക്കിൾ സൈസ് കൊണ്ടാണ് നമുക്കത് അരിക്കാൻ പോസിബിൾ ആവുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചോ? ഞാൻ ചോദിക്കട്ടെ, റൈസും സ്റ്റോൺസും ഏത് മെത്തേഡ് ഓഫ് സെപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്? ഹാൻഡ് പിക്കിംഗ്. പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഒരെണ്ണം കൂടി ചോദിക്കാം. പാഡി പ്ലസ് ചാഫ് ഏത് പ്രോപ്പർട്ടിയാണ്? വെയിറ്റ്. പിന്നെയോ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഏതാണ്? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കി, ആ വേർഡ് പഠിച്ചു വയ്ക്കുക, വിനോയിങ്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ആകുമ്പോൾ ഒന്നും കൂടി ചോദിക്കുകയെ. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ച് പോവാം നമുക്ക്. ഇനി നമ്മുടെ പേജ് നമ്പർ 92 വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പം നമുക്കതൊന്ന് നിങ്ങൾ പറയാൻ നോക്കണേ, തന്നെ ആൻസർ പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു റൈസ് ആൻഡ് സ്റ്റോൺസ് ഹാവ് സെയിം കളർ ഓർ ഷേപ്പ് ഓർ സൈസ്? സെയിം കളർ, സെയിം ഷേപ്പ്, സെയിം സൈസ് ആണോ? അല്ല, നോ. വെരി ഗുഡ്. ഇനി വിച്ച് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ്? നമ്മൾ പഠിച്ചായിരുന്നു, ഏതാണ്? യെസ്, വെരി ഗുഡ്, റൈസ് ആൻഡ് സ്റ്റോൺസ്. ഇനി ക്യാൻ ബി സെപ്പറേറ്റ് ഇഫ് ബോത്ത് ആർ സെയിം സൈസ് ആൻഡ് കളർ? നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരേ ഷേപ്പ് ഒരേ കളറ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ സൈസ് ആണെങ്കിൽ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതാണ് അവിടെ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സൈസ്, ഷേപ്പ്, കളർ കൊണ്ടാണ് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ അയൺ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് ബൈ മാഗ്നറ്റ്? പറ്റുമോ? യെസ്, വെരി ഗുഡ്. വിച്ച് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ്? അവിടെ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിസം. വെരി ഗുഡ്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ടേബിൾ പഠിച്ചു വെച്ചാൽ ഏതൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതാണ് നിങ്ങൾക്ക് ടേബിളായിട്ട് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല, നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് നോക്കാവേ. റിമൂവിങ് ടീ ഡസ്റ്റ് ഫ്രം ടീ, അതായത് നമ്മൾ ആ പഠിച്ച സാധനങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. എന്ത് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്? യെസ്, ഫിൽട്രേഷൻ. അവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്? പാർട്ടിക്കിളിൻ്റെ സൈസ്, അല്ലെങ്കിൽ സൈസ് എന്ന് എഴുതിയാൽ മതി. പിന്നെ റിമൂവിങ് സ്റ്റോൺസ് ഫ്രം റൈസ്, എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഹാൻഡ് പിക്കിംഗ്. അവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്? സൈസ് ഡിഫറൻസ്, അല്ലെങ്കിൽ സൈസ്. ഇനി അടുത്തത് പ്യൂരിഫയിങ് മഡ്ഡി വാട്ടർ, അതായത് നമ്മൾ ചെളിവെള്ളം ഇല്ലേ,
അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ മഡ് വേർതിരിച്ചെടുക്കുന്നത്? സെഡിമെൻറ്റേഷൻ, അല്ലെങ്കിൽ ഡീകാൻറ്റേഷൻ, അല്ലെങ്കിൽ ഫിൽട്രേഷൻ. നിങ്ങൾ ഈ ഫിൽട്രേഷൻ പഠിക്കാൻ എല്ലാവർക്കും എളുപ്പമല്ലേ? അപ്പോൾ ഫിൽട്രേഷനോ പഠിച്ചു വെച്ചോ. അവിടെ എന്താണ് പ്രോപ്പർട്ടി? എന്താണ്? ഡെൻസിറ്റി. ഓക്കെ, അതായത് മണ്ണിനാണോ വെള്ളത്തിനാണോ ഡെൻസിറ്റി കൂടുതൽ? മണ്ണിനല്ലേ. കാരണം മണ്ണ് എന്താണ്, അടിത്തട്ടിലല്ലേ നിൽക്കുന്നത്, അതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അത് അടിയിൽ ഡെപ്പോസിറ്റായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ പ്യൂരിഫയിങ് മഡി വാട്ടർ എന്താണ്? ഫിൽട്രേഷൻ. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും, ഫിൽട്രേഷൻ. ഇനി ഗെറ്റിംഗ് സാൾട്ട് ഫ്രം സീ വാട്ടർ എന്താണ് അവിടെ? ഇവാപ്പറേഷൻ. പ്രോപ്പർട്ടി യൂസ്ഡും നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാൽ മതി, വാട്ടർ ഇവാപ്പറേറ്റ്സ്, അത് പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ സൊല്യൂബിലിറ്റി, അതായത് എന്താണ്, അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അപ്പോൾ അത് പറയണമെന്നില്ല, നിങ്ങൾ മറ്റ് തന്നെ പറഞ്ഞു, അതല്ലേ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം. ഇനി അടുത്തത് സെപ്പറേറ്റിംഗ് ഗ്രാവൽ ഫ്രം സാൻഡ്. അതായത് നമ്മുടെ സീവിങ് വഴി എന്താണ്, നമുക്ക് ഈ സാൻഡിൽ നിന്ന് ഗ്രാവൽസ് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം അതിൻ്റെ സൈസ് ഡിഫറൻസ് കൊണ്ടാണ്. ഓക്കെ, നോക്കിക്കേ, ഞാൻ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, സീവിങ് പ്രോസസ്സ് എന്താണ്, നമ്മൾ അരിച്ചെടുക്കൂലേ നമ്മുടെ അരിപ്പ വഴി. ഇനി ഫിൽട്രേഷൻ, ആ സെയിം മീനിങ് തന്നെയാണ് ഫിൽട്രേഷൻ. ഇനി സെഡിമെൻറ്റേഷൻ, ഡീകാൻറ്റേഷൻ നിങ്ങൾ പഠിക്കണമെങ്കിൽ പഠിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിരിക്കുന്നതാണ്. ഇവിടെ നോക്കിക്കേ, സെഡിമെൻറ്റേഷൻ, ഇതാണ് എന്ത്, ഡീകാൻറ്റേഷൻ. അതായത് എന്താണ്, ആ വാട്ടർ എടുക്കുവാണ്, ആ മണ്ണ് അവിടെ നിർത്തിയിട്ട് വാട്ടർ മാത്രം വേർതിരിച്ചെടുക്കുന്നു. സെഡിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇതിങ്ങനെ കീപ്പ് ചെയ്യുന്നു, അടിയിൽ എന്ത് ചെയ്യുന്നു, മണ്ണ് സെറ്റിലാകുന്നു, മേലെ വാട്ടർ സെറ്റിലാകുന്നു. ഓക്കെ, അതിൽ നിന്നും നമ്മൾ എന്താണ് വേർതിരിച്ചെടുക്കുന്നതാണ് ഡീകാൻറ്റേഷൻ. അപ്പോൾ സെഡിമെൻറ്റേഷൻ, ഡീകാൻറ്റേഷൻ എന്ന് പറയുന്ന ഒറ്റ മെത്തേഡാണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കിയാലോ. അതായത് ഇവാപ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ലിക്വിഡിനെ വേപ്പറാക്കി മാറ്റും. ഓക്കെ, സോളിഡ് ലെഫ്റ്റ് ബിഹൈൻഡ്, സോളിഡ് അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പോൾ ഉപ്പ് വെള്ളത്തിനെ എന്താണ്, ആ വെള്ളത്തിനെ വേപ്പറാക്കും, നീരാവിയാക്കി മാറ്റും. ഉപ്പ് അങ്ങനെ തന്നെ നിൽക്കും, അതാണ് എന്ത്, ഇവാപ്പറേഷൻ. ഇനി വിനോയിങ് എന്ന് വെച്ചാൽ എന്താ, വിൻഡ് സെപ്പറേറ്റ്സ് ലൈറ്റർ പാർട്ടിക്കിൾസ്. അതായത് ഈ വിൻഡ്, അതായത് ഇപ്പോൾ പാറ്റുവാണെങ്കിലും എന്താണ്, ആ കാറ്റ് എന്താണ്, ലൈറ്റർ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഫിൽട്രേഷൻ യൂസിങ് ഫിൽറ്റർ ടു റിമൂവ് സോളിഡ്, നമ്മളിപ്പോൾ കണ്ടില്ലായിരുന്നോ നമ്മുടെ അരിപ്പയൊക്കെ. ഇനി സെഡിമെൻറ്റേഷൻ, ഹെവി പാർട്ടിക്കിൾ സെറ്റിൽ അറ്റ് ബോട്ടം. ഡീകാൻറ്റേഷൻ എന്താണ്, പോറിങ് ഓഫ് ക്ലിയർ ലിക്വിഡ് ആഫ്റ്റർ സെഡിമെൻറ്റേഷന് ശേഷം എന്താണ്, ആ ക്ലിയർ ലിക്വിഡിനെ പൂർ ചെയ്യാം, അതായത് എന്താണ്, നീക്കിക്കളയാം. മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റ് ടു സെപ്പറേറ്റ് മെറ്റൽസ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി, ഈ മെത്തേഡ്സ് പഠിക്കണ്ട, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾ ആകെ പഠിക്കേണ്ട കാര്യം എന്താണ്, ഒരു സിറ്റുവേഷൻ തന്നാൽ അവിടെ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്ന, എന്ത് പ്രോപ്പർട്ടിയാണ് അവിടെ ഉള്ളതെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇത് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തോന്നുള്ളൂ. ഓക്കെ ആണോ? സോറി. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ റൈസ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺസ് എക്സാമ്പിളാണ്. നമുക്ക് പറക്കി കളയാവുന്നതല്ലേ ഉള്ളൂ. അതിൻ്റെ സൈസ്, ഷേപ്പ്, കളർ വേറെയില്ലേ, അതുകൊണ്ട് പറക്കി കളയാൻ എളുപ്പമല്ലേ. ഇനി എ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് അയൺ പൗഡർ, നമുക്ക് ഇതിൽ നിന്ന് ഹാൻഡ് പിക്കിംഗ് പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിസം. വെരി ഗുഡ്. ഇനി സെപ്പറേറ്റിംഗ് സാൻഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ സാൾട്ട് ഫീൽഡ്. ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ സാൾട്ട് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കിക്കേ, സെപ്പറേറ്റിംഗ് അയൺ പൗഡർ ഫ്രം സാൻഡ്. അവിടെ ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നേക്കുവാല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ, സെപ്പറേറ്റിംഗ് ദ ചാഫ് ഫ്രം പാഡി. അരിയിൽ നിന്ന് എന്താണ്
തൗട് നീക്കം ചെയ്യുന്നതാണ്, ഇതുപോലെ പാറ്റി എടുക്കും. ഇനി സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ്, ഇങ്ങനെ ഈ സാധനം വെച്ചുകൊണ്ട് കലക്കി കലക്കി സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. മനസ്സിലായോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ പറയണേ, എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ഡു റൈസ് ആൻഡ് സ്റ്റോൺ ഹാവ് സെയിം കളർ? ഡു ദേ ഹാവ് സെയിം ഷേപ്പ് ആൻഡ് സൈസ്? നോ. ഡിഫറെൻറ്റ് ഷേപ്പ്, ഡിഫറെൻറ്റ് സൈസ്, ഡിഫറെൻറ്റ് കളർ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പോണൻസ് ഓഫ് വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹാൻഡ്? ഓപ്ഷൻസ് പറയാം. ഇഫ് ദ സ്റ്റോൺസ് ഹാവ് ഏതാണ് ഹാൻഡ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? റൈസ് ആൻഡ് സാൻഡ്. ഓക്കെ, നമ്മുടെ ഇത് റൈസ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്റ്റോൺസ് ഹാവ് ദ സെയിം സൈസ് ആൻഡ് കളർ ദാറ്റ് ഓഫ് റൈസ് വുഡ് ഇറ്റ് പോസിബിൾ ടു സെപ്പറേറ്റ് ദം ബൈ ഹാൻഡ്? ഒരേ കളർ ഒരേ സൈസ് ആണെങ്കിൽ നമുക്ക് ആ റൈസിൽ നിന്ന് സ്റ്റോണിനെ നീക്കം ചെയ്യാൻ പറ്റുമോ? യെസ്, വെരി ഗുഡ്. നോ, പറ്റത്തില്ല അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ അയൺ ഡസ്റ്റ് ബി സെപ്പറേറ്റ് ഫ്രം സാൻഡ്? പറ്റുമോ? അയണിനെ സാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്. എന്ത് വഴിയാണ്? മാഗ്നറ്റിസം. നമ്മുടെ പ്രോപ്പർട്ടി മാഗ്നറ്റിസം, മാഗ്നറ്റ് വഴി നമുക്ക് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ അയൺ പൗഡർ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് അയൺ പൗഡർ? പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറയണേ. ക്യാൻ അയൺ പൗഡർ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് അയൺ പൗഡർ? അപ്പോൾ ഏതാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. അതായത് എന്താണ്? നമ്മുടെ മാഗ്നറ്റിസം, ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് more instances of separating components in the same way and list them in the table below. അപ്പോൾ പിക്കിംഗ് അപ്പ് എന്താണ്? നമ്മുടെ റൈസ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺസ്. സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഏതാണ്? സെപ്പറേറ്റിംഗ് അയൺ പൗഡർ ഫ്രം സാൻഡ്. അപ്പോൾ നിങ്ങളത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. മെത്തേഡ് ഓഫ് സെപ്പറേഷനാണ് പറയേണ്ടത്. സാൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ സാൾട്ട് ഫീൽഡ്സ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ എന്താണ്? ഇവാപ്രേഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ടേബിൾ പഠിച്ചുകൊണ്ടല്ലേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ടേബിൾ പഠിക്കുക. ഇവാപ്രേഷൻ. ഇനി ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന എന്തായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ചേണിങ്. എല്ലാവരും പറഞ്ഞ് ചേണിങ്. ഓക്കെ. ഇനി അയൺ പൗഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്. അവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണ്? എല്ലാവരും പറഞ്ഞേ, എന്താണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, മാഗ്നറ്റിക് സെപ്പറേഷൻ. നമുക്കവിടെ എഴുതാം മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇനി പാഡി ആൻഡ് ചാഫ് ആർ സെപ്പറേറ്റഡ്. ഏതാണ്? വിനോയിങ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവേ, നിങ്ങൾ ആൻസർ പറയണേ. ഓക്കെ, ഇതോടുകൂടി തീരും കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ഇനി ഒരു 4 ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണേ. ഫ്രം ദ ടേബിൾ ഐഡൻറ്റിഫൈ ദ കോണ്ടെസ്റ്റ് ദാറ്റ് യൂട്ടിലൈസസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ
ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഡിസോൾവ്ഡ് കമ്പോണൻറ്റ്. അതായത് സെപ്പറേഷൻ്റെ സമയത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ച മിക്സ്ചേഴ്സ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഉണ്ട്. നമ്മുടെ സാൾട്ട് വാട്ടർ, അവിടെ എന്താണ്, ഉപ്പുവെള്ളം, ആ ലിക്വിഡ് എന്തായിട്ട് മാറി, ഗ്യാസായിട്ട് മാറി അല്ലേ? അപ്പോൾ അത് എക്സാമ്പിളാണ്. ഹൗ ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്? ഏതാണ് യൂസ് ചെയ്യുന്നത്? ചേണിങ്. ഓക്കെ. നെക്സ്റ്റ്, which situation makes use of the magnetic property of the component for separation? എപ്പോഴാണ്? sand mixed with iron powder. Okay. Which property is used to separate chaff from paddy? ഏതാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മുടെ വിനോയിങ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ നോട്ടിലേക്ക് എഴുതിയെടുക്കാം കേട്ടോ. അതായത് ഫസ്റ്റിൻ്റെ ആൻസർ, ബാക്കി മൂന്നെണ്ണത്തിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. അപ്പോൾ ഫസ്റ്റിൻ്റെ ആൻസർ സാൾട്ട് ഫ്രം സീ വാട്ടർ, അവിടെ എന്താണ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പറഞ്ഞാൽ മതി. ഇതിന് ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസറായിട്ട് സാൾട്ട് വാട്ടർ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗ്യാസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിച്ചോ? നമ്മളപ്പോൾ എന്താ പഠിച്ചേ? ശരിക്കും പറഞ്ഞ എന്താണ്, ഈ പറയുന്ന ടേബിള് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഈ ടേബിള് മാത്രം പഠിച്ചാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ടേബിളും പഠിക്കാം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a drink is prepared by mixing salt and sugar to soda water. First question, what are the components of this mixture? Second one, is this drink a homogeneous or heterogeneous mixture? ഇവിടെ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ. എസ്, അതായത് സാൾട്ട്, ഷുഗർ, സോഡ വാട്ടർ. ഈസ് ദിസ് ഡ്രിങ്ക് എ ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ? യെസ്, ഹോമോജീനിയസ്. നമുക്ക് ആൻസർ നോക്കാം. ദ കമ്പോണൻസ് ആർ സാൾട്ട്, ഷുഗർ ആൻഡ് സോഡ വാട്ടർ. ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. കാരണം എന്നാ, ദ സാൾട്ട്, ഷുഗർ ആൻഡ് സോഡ വാട്ടർ മിക്സ് യൂണിഫോംലി ആൻഡ് ലുക്ക് ദി സെയിം ത്രൂ ഔട്ട്. എല്ലായിടത്തും ഒരുപോലെയായിരിക്കും. അല്ലാണ്ട് ഒരു സ്ഥലത്ത് ടേസ്റ്റ് കൂടുതൽ, വേറൊരു സ്ഥലത്ത് ടേസ്റ്റ് കുറവ്, അങ്ങനെ ഒന്നുമില്ല. ലുക്ക് ദി സെയിം, കാഴ്ചയിലാണെങ്കിലും ഒരുപോലെ മിക്സ് ചെയ്ത്. അപ്പോൾ നിങ്ങളത് പറയുക. അപ്പോൾ കമ്പോണൻസ് എല്ലാവർക്കും ഈസി ആയിട്ട് പറയാൻ പറ്റും. ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ എന്നുള്ള കാര്യം എളുപ്പമായിട്ട് പറയാമല്ലോ. അപ്പോൾ കാരണം എന്താണ്? ബിക്കോസ് ദേ മിക്സ് യൂണിഫോംലി ആൻഡ് ലുക്ക് ദി സെയിം ത്രൂ ഔട്ട്. ആ 2 പോയിൻറ്റ്സും പറയാം. ഓക്കെ, ദേ ലുക്ക് ദി സെയിം ത്രൂ ഔട്ട്, എല്ലായിടത്തും ഒരുപോലെ തോന്നിക്കും. അതുപോലെ തന്നെ യൂണിഫോം മിക്സിംഗ് ആണ്. ഒരു സ്ഥലത്ത് ടേസ്റ്റ് കൂടുതൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ടേസ്റ്റ് കുറവ്, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളത് പഠിച്ചുല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1 spoon of salt is added to a glass of water. There is undissolved salt in the glass. ഓക്കെ, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ടു. എന്നിട്ട് എന്താണ്, നമ്മൾ ഇളക്കാനൊന്നും പോയില്ല. അപ്പോൾ അവിടെ എന്താണ്, സാൾട്ട് അൺഡിസോൾവ്ഡ് ആയിട്ട് കിടക്കുകയാണ്. വാട്ട് ഷുഡ് ബി ഡൺ ടു മേക്ക് ഇറ്റ് എ ഹോമോജീനിയസ് മിക്സ്ചർ? ഇതിന് ഹോമോജീനിയസ് മിക്സ്ചർ ആക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇപ്പോൾ അതിന് മുന്നേ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മേലെ അത്ര ഉപ്പ് തോന്നിക്കത്തില്ല, പക്ഷെ അടിയിലേക്ക് ആവുന്നതോറും എന്തായിരിക്കും, നല്ല ഉപ്പായിരിക്കും. അപ്പോൾ അതിന് ഹോമോജീനിയസ് മിക്സ്ചർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് ഇളക്കിയാൽ മതിയില്ലേ? അതിന് എന്താ പറയണേ? സ്റ്റിർ. അപ്പോൾ സ്റ്റിർ ദ സൊല്യൂഷൻ വെൽ. ഓക്കെ, and heat it slightly so that all the salt dissolves completely. Then it becomes a homogeneous mixture. അപ്പോൾ എന്താണ്, ആ സൊല്യൂഷന് നന്നായിട്ട് എന്ത് ചെയ്യുക, ഇളക്കുക. ഓക്കെ, പിന്നെ
വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേം ഓർത്തിരിക്കുക. സ്റ്റിർ ദ സൊല്യൂഷൻ വെൽ ടു ബിക്കം എ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ചൂടാക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്യണം, സ്റ്റിർ ദ സൊല്യൂഷൻ വെൽ. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇനി എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ് ഇപ്പോൾ അലിയാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, അലിഞ്ഞു പോയിക്കോളും. അതിനു വേണ്ടി അതും കൂടി പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെൻറ്റ്, ബ്രോൺസ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലൂമിനിയം. ടിക്ക് ദ കറക്റ്റ് വൺസ് എമംഗ് ദിസ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ, ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസ്. എല്ലാം പ്യുവർ സബ്സ്റ്റൻസ് അല്ല എന്ന്. അതായത് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെൻറ്റ്, ബ്രോൺസ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലൂമിനിയം എല്ലാം എന്താണ്, പ്യുവർ സബ്സ്റ്റൻസാണ്. ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. കാരണം സം ആർ പ്യുവർ. ഓക്കെ, അതായത് നമ്മുടെ അയൺ, ബ്രാസ്, ബ്രോൺസ്, കാർബൺ ഡയോക്സൈഡ്, അലൂമിനിയം ഒക്കെ എന്താണ്, പ്യുവറാണ്. പക്ഷേ ഗോൾഡ് ഓർണമെൻ്റ് എന്തല്ല, പ്യുവറല്ല. പക്ഷേ ഗോൾഡ് എന്താണ്, പ്യുവറാണ്. ഓക്കെ, ഗോൾഡ് ഓർണമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ എക്സ്ട്രാ സ്റ്റോൺസ് ഒക്കെ വരത്തില്ലേ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു മോതിരാണെങ്കിൽ അതിൽ കല്ലൊക്കെ വരത്തില്ലേ. അപ്പോൾ നമുക്ക് പ്യുവർ ഗോൾഡാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇനി നെക്സ്റ്റ്, ബ്രാസ്, അയൺ ആൻഡ് ബ്രോൺസ് ആർ മെറ്റാലിക് മിക്സ്ചേഴ്സ്. ശരിയല്ലേ? അപ്പോൾ ബ്രാസ്, അയൺ, ബ്രോൺസ് ഒക്കെ എന്താണ്, മെറ്റാലിക് മിക്സ്ചേഴ്സാണ്. പിന്നെ ഗോൾഡ് ഓർണമെൻറ്റ് ഈസ് എ മിക്സ്ചർ. അത് ശരിയാണ്. ഗോൾഡ് ഓർണമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മിക്സ്ചറാണ്. ഇനി കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലൂമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസസ്. ശരിയാണ്, രണ്ടും പ്യുവറായിട്ടുള്ള സബ്സ്റ്റൻസാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് നിങ്ങൾ കറക്റ്റാണോ ഇൻകറക്റ്റാണോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ഇതൊക്കെ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് ഇതും കൂടി 8 ക്ലാസ്സായിട്ട് ഇട്ടിട്ടുണ്ട്. ആ 8 ക്ലാസ്സും ഒത്തിരി ലെങ്ത് കൂടുതലൊന്നുമല്ല. ആ 8 ക്ലാസ്സും ക്ലിയറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ 8 ക്ലാസ് ഒറ്റ വീഡിയോ ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഈ പ്രാവശ്യത്തെ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുമോ, നിങ്ങൾ വൈൻഡപ്പ് ചെയ്യണതിന് മുന്നായിട്ട്. ഉറപ്പാണോ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ബുക്കിൽ പുതിയ ചാപ്റ്ററായിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.